Hi, hello. Welcome to iPlus Training Solutions. സോ UGC നെറ്റ് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ജൂൺ 2025 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. സോ നമ്മൾ ഇന്ന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം വിത്ത് ഇറ്റ്സ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ താഴെ ഈ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് UGC നെറ്റ് ഹിസ്റ്ററിയുടെ യൂണിറ്റ് 8 വരുന്ന സിലബസ് ആണ്, ടോപ്പിക് ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അസോസിയേഷൻസ് വന്നിട്ടുണ്ട്. ഈ അസോസിയേഷൻസിനെ അതിന്റെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വേണ്ട ടാസ്ക്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് പരമഹംസ മണ്ഡലം, സെക്കൻഡ് വൺ ഈസ് അദ്വൈത സഭ ഓഫ് കുംഭകോണം, തേർഡ് വൺ ഈസ് ആര്യ സമാജ്, fourth one is Prarthana Samaj, and last one is Rahmani Masdias and Sabha. Okay, so Paramahamsa Mandali and Advaita Sabha of Kumbhakona and Arya Samaj and Prarthana Samaj and Rahmani Masdias and Sabha. And ഒന്ന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തോളൂ. ഇതിൽ അദ്വൈത സഭ ഓഫ് കുംഭകോണ UK ബാക്കിയുള്ളതൊക്കെ എല്ലാ ബേസിക് ടെക്സ്റ്റ് ബുക്കിലും എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ള സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആണ്. സോ എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഇയേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? സോ പരമഹംസ മണ്ഡലി എപ്പോഴാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? 1867 പരമഹംസ മണ്ഡലി വരുന്നത്. അദ്വൈത സഭ ഓഫ് കുംഭകോണം 1894 ആര്യ സമാജ് 1875 പ്രാർത്ഥനാ സമാജ് 1867 ആത്മരാം പന്തൂരൻ പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. റഹ്നുമാനി മസ്ദിയാൻ സഭ 1851 സോ തന്നിരിക്കുന്നതിൽ ആദ്യം വന്നത് പരമഹംസ മണ്ഡലിയാണ് 1849 നെക്സ്റ്റ് വരിക റഹ്നുമാനി മസ്ദിയാൻ സഭയാണ്. ഓക്കെ, സോ AE, പിന്നെ വരിക പ്രാർത്ഥനാ സമാജ് D, പിന്നെ ആര്യ സമാജ് C, പിന്നെ അദ്വൈത സഭ ഓഫ് കുംഭകോണം. സോ കറക്റ്റ് ഓർഡർ വിൽ ബി AEDCB എന്നുള്ളതാണ്, AEDCB എന്നുള്ളത്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നുള്ളത് ഓപ്ഷൻ എ ABCDE, ഓപ്ഷൻ ബി BECDA, ഓപ്ഷൻ 3 ABCED, ഓപ്ഷൻ ഡി AEDCB. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, AEDCB എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ പറയപ്പെട്ട ഓരോ ഓർഗനൈസേഷൻ, ഓരോ അസോസിയേഷൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പരമഹംസ മണ്ഡലി എന്നുള്ളത്. ഓക്കെ, 1849 മഹാരാഷ്ട്രയിലാണ് പരമഹംസ മണ്ഡലി ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ്? ഒന്ന് ധാതോബ പന്തൂരാൻ, മറ്റൊന്ന് മെഹ്താജി ദൂപ്കാരം. ഇതുകൂടാതെ ഒരുപാട് കോ ഫൗണ്ടേഴ്സും പരമഹംസ മണ്ഡലിക്കുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് പേരുകളാണ് കൂടുതലായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്കിലും റെഫറൻസ് ബുക്കിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള പേരുകൾ. സോ ആ രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കാം, ധാതോബ പന്തൂരാഗ് ആൻഡ് മെഹ്താജി ദുർക്കാരം. ഇവർ രണ്ടുപേരുമാണ് പരമഹംസ മണ്ഡലിയുടെ ഫൗണ്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, സോ ഇത് തുടക്ക കാലഘട്ടത്തിൽ ഒരു സീക്രട്ട് സൊസൈറ്റി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പരമഹംസ. ലൈക്ക് എന്താണ്, ഹിന്ദുയിസത്തില്, ഹിന്ദു റിലീജിയനിലും ഹിന്ദു സൊസൈറ്റിയിലും ഒരുപാട് റിഫോംസ് കൊണ്ടുവരാനുള്ള ഒരു സീക്രട്ട് സൊസൈറ്റി ആയിട്ടായിരുന്നു പരമഹംസ മണ്ഡലി അതിന്റെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 1849 മഹാരാഷ്ട്രയിലാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഓർത്തിരിക്കണം. സോ ഇപ്പൊ എന്താണ് ഇപ്പൊ അടുത്ത എനിക്കൊരു ട്രെൻഡ് എന്നുള്ളത് എന്താണ് പറയാ, ലൈക്ക് ഇവിടെ ഫൗണ്ട് ചെയ്യപ്പെട്ടു, നമ്മൾ വർഷം പഠിക്കും, ഫൗണ്ടേഴ്സിനെ പഠിക്കും, ഒക്കെ പഠിച്ചോ, എനിക്ക് നമ്മളോട് എവിടെ ഫൗണ്ട് ചെയ്തു എന്ന് ചോദിക്കും. സോ മഹാരാഷ്ട്രയിലാണ് പരമഹംസ മണ്ഡലി എന്നുള്ളത് ഓർത്തിരിക്കാം. ദാദോബ പന്തൂരാഗും മെഹ്താജി തുർക്കാരാമും. സോ എന്താണ് ഇതിന്റെ ഒരു ഐഡിയോളജി എന്നുള്ളത്? സോ ഈ ഒരു ഐഡിയോളജി, പരമഹംസ മണ്ഡലിയുടെ ഐഡിയോളജി എന്നുള്ളത് മാനവധർമ്മ സഭയുടെ ഐഡിയോളജി ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. സോ ഒരു ഹിന്ദുയിസത്തിന്റെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇവരും പറയണത്. ഓക്കെ, ഏകദേശം ഒരു വൺ വേർഡിനെ വേർഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു മോണോത്തിസ്റ്റിക് ഐഡിയോളജി ഒക്കെ പോലെയാണ്. വൺ ഗോഡ് വേർഷിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കണം, ആൾക്കാർക്കിടയിൽ ഒരു ലവും പരസ്പരം ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ പരസ്പരം ഉണ്ടായിരിക്കണം എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. ഫ്രീഡം ഓഫ് തോട്ട് വാസ് എൻകറേജ് ആസ് വാസ് റാഷണാലിറ്റി. ഫ്രീഡം ഓഫ് തോട്ടും റാഷണൽ തോട്ടൊക്കെ ഇവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ
സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അൺഎസ്റ്റാബ്ലിഷ്ഡ് ലോസ് ഉണ്ടല്ലോ, സമൂഹത്തിൽ ഈവിൾ പ്രാക്ടീസസിനെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്ന ഈ പറയപ്പെട്ട നിയമങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഡ്യൂട്ടി. ലൈക്ക് എന്താണ്, മിശ്രഭോജനം പാടില്ല, വിധവ പുനർവിവാഹം പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് ആ ഒരു ടാബൂസ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന പല തരത്തിലുള്ള ടാബൂസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പരമഹൻസ് മണ്ഡലയുടെ ഒരു ഡ്യൂട്ടി എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ മീറ്റിംഗ്സിലും ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്യും, ലോവർ കാസ്റ്റിനെ കൊണ്ട് കുക്ക് കഴിച്ച്, ആ ഒരു സോ കോൾഡ് ലോവർ കാസ്റ്റ് കേട്ടോ, ആ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചാതുർവർണ്ണ കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ലോവർ കാസ്റ്റ് പീപ്പിൾസിനെ കൊണ്ട് കുക്ക് കഴിച്ച് അവരെന്ത് ചെയ്യും, മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. സോ നിലനിൽക്കുന്ന ആ ഒരു സോഷ്യൽ ടാബുവിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ ഇടപെട്ടിട്ടുള്ള പരമഹംസ മണ്ഡലി അവരുടെ ആ ഒരു അസോസിയേഷൻ ബേസ് ചെയ്തിട്ട് നടത്തിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്നുള്ളത് അത് വിഡോ റീമാരേജ് ആണ്. ഓക്കെ, വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിഡോ റീമാരേജും അതുപോലെ തന്നെ വിമൻസിന്റെ എഡ്യൂക്കേഷനും വിധവാ പുനർവിവാഹവും സ്ത്രീ വിദ്യാഭ്യാസവും ഇത് രണ്ടിനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സഭ കൂടുതലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ മഹാരാഷ്ട്രയിൽ ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പരമഹംസ മണ്ഡലത്തിൽ അതിന്റെ ബ്രാഞ്ചസ് പൂനെയിലും സത്താരയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ആണ് പ്രാർത്ഥനാ സമാജ് എന്നുള്ളത്. 1867 ആത്മരാം പന്തൂരാം കേശബ് ചന്ദ്ര സെന്നിന്റെ സഹായത്തോടു കൂടിയാണ് ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജ് വരുന്നത്. ഓക്കെ, സോ ഇൻ 1867 കേശബ് ചന്ദ്ര സെൻ ഹെൽപ്ഡ് ആത്മരാം പന്തൂരാം ടു ഫോം പ്രാർത്ഥനാ സമാജ് ഇൻ ബോംബെ. അപ്പൊ അതങ്ങനെ തന്നെ ഓർത്തിരിക്കുക, ബോംബെയിലാണ് എന്നുള്ളത്. ആത്മരാം പന്തൂരാഗാണ് ഫൗണ്ടർ. ആത്മരാം പന്തൂരാഗിനെ ഇതിന് സഹായിച്ച ആളാണ് ആര്, കേശബ് ചന്ദ്രസെൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ബ്രഹ്മസമാജ് വന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജ് അത് ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഭയങ്കര സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റി കിട്ടിയ, ഒരുപാട് ഫാൻ ബേസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആയിരുന്നു. സോ ഈ ഒരു ബ്രഹ്മോസിന്റെ ഐഡിയാസ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ പ്രാർത്ഥനാ സമാജിന്റെ ഒരു മുൻഗാമിയായിരുന്നു പരമഹംസ സഭ, നമ്മൾ നേരത്തെ സംസാരിച്ച പരമഹംസ മണ്ഡലി എന്നുള്ളത്. അതെന്തായിരുന്നു, നമ്മൾ പറഞ്ഞു, എ സീക്രട്ട് സൊസൈറ്റി. ഹിന്ദുസത്തിലെ ആ ഒരു ഹിന്ദു സൊസൈറ്റിയും ഹിന്ദുസത്തിലെ റിലീജിയസ് നോളജിനൊക്കെ അതിലെ പല പല ഈവിൾസിനെയും ബ്രേക്ക് ചെയ്യാനും ആ ഈവിൾസിനെ എൻകറേജ് ചെയ്യുന്ന നിയമങ്ങളെ ബ്രേക്ക് ചെയ്യാനും കാസ്റ്റിസത്തിനെ ബ്രേക്ക് ചെയ്യാനൊക്കെ വേണ്ടി നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സഭയായിരുന്നു പരമഹംസ സഭ എന്നുള്ളത്. അപ്പൊ ഒരു പരമഹംസയുടെ സഭയുടെ ഒരു പിൻഗാമിയായിട്ടാണ് ആര് വരുന്നത്, പ്രാർത്ഥനാ സമാജ് മഹാരാഷ്ട്രയിലെ ബോംബെയിൽ വരുന്നത്. ഓക്കെ, സോ മഹാദേവ് ഗോവിന്ദ റാണഡെ അല്ലെങ്കിൽ MJ റാണഡെ ഇദ്ദേഹം ഈ പ്രാർത്ഥനാ സമാജിന്റെ ഭാഗമാകുന്നുണ്ട്. ഹി ജോയിൻഡ് ഇൻ 1870. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. 1870 MG റാണഡെ പ്രാർത്ഥനാ സമാജിന്റെ ഭാഗമായി. ക്രൊണോളജിക്ക് ചോദിക്കാം. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഈ ഒരു MJ റാണഡെ അല്ലെങ്കിൽ മഹാദേവ് ഗോവിന്ദ റാണഡെ പ്രാർത്ഥനാ സമാജിന്റെ ഭാഗമായത് ഈ ഒരു സമാജിന് ഭയങ്കരമായിട്ടുള്ള ഒരു ജനശ്രദ്ധ, ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട്, MG റാണയുടെ ഒരു എഫേർട്ടാണ് പ്രാർത്ഥനാ സമാജിന് ഒരു ഓൾ ഇന്ത്യ ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള റീഡേഴ്സ് ആണ്, അതർ റീഡേഴ്സ് ഓഫ് ദ സമാജ് വർ RG ബന്ദർക്കർ ഉണ്ട് ആൻഡ് NJ ചന്ദ്രവർക്കറും ഉണ്ട്. ഓക്കെ, RG ബന്ദർക്കർ, NJ ചന്ദ്രവർക്കർ എന്നുള്ളത് ഓർത്തിരിക്കാം. സോ എന്താണ് ഇവരുടെ ഒരു ഐഡിയോളജി എന്നുള്ളത്? ഒന്ന്, ദ എംഫസിസ് വാസ് ഓൺ മോണോതീസം. മോണോതീസ് ആണ്, അഥവാ ബിലീവ് ആൻഡ് വേർഷിപ്പിംഗ് ഇൻ വൺ ഗോഡ് എന്നുള്ളതാണ് പ്രാർത്ഥനാ സമാജം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഐഡിയോളജി എന്നുള്ളത്. പക്ഷെ അതാണെങ്കിൽ പോലും ഇവർ കൂടുതലായിട്ടും എഫേർട്ട് ഇട്ടതും കൂടുതലായിട്ടും വർക്ക് ചെയ്തതും ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, സോഷ്യൽ റിഫോംസിന് വേണ്ടിയിട്ടായിരുന്നു. റിലീജിയസിലെ റിഫോം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതലും സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രാർത്ഥനാ സമാജിന്റെ ലക്ഷ്യം എന്നുള്ളത്. സോ മഹാരാഷ്ട്രയിലെ ഭക്തി മൂവ്മെന്റ് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വെറുതെ ഒരു വർക്കരി എന്നുള്ള പേരിൽ ആ ഭക്തി മൂവ്മെന്റ് അതിന്റെ ഒരു മൊമെന്റം അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു മഹാരാഷ്ട്ര എന്നുള്ളത്. സോ ഈ പ്രാർത്ഥനാ സഭ എന്നുള്ളതും പ്രാർത്ഥനാ സമാജ് എന്നുള്ളതും അവിടുത്തെ ഭക്തി കൾട്ടുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പ്രാർത്ഥനാ സമാജ് റിലേറ്റ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് പെർസ്വേഷൻ ആൻഡ് നോട്ട് ഓൺ കോൺഫ്രണ്ടേഷൻ വിത്ത് ഹിന്ദു ഓർത്തഡോക്സി. ഹിന്ദു ഓർത്തഡോക്സി ഇങ്ങനെ മത്സരിക്കുക എന്നുള്ളതല്ല, മാറ്റിയെടുക്കുക എന്നുള്ള, അവരുടെ സൊസൈറ്റിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, സൊസൈറ്റിയിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൊണ്ടുവരിക ബേസ്ഡ് ഓൺ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ആറ്റിറ്റ്യൂഡിലും ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിഡോ റീമാരേജിൽ ഉണ്ടായിരുന്ന സൊസൈറ്റിയുടെ അഭിപ്രായത്തിലൊക്കെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രാർത്ഥനാ സമാജിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അവിടെ ഒരു 4 പോയിന്റ് സോഷ്യൽ അജണ്ട ഉണ്ട്.
പ്രാർത്ഥനാ സമാജ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 4 പോയിന്റ് ഐഡിയോളജി ഉണ്ട്. അതിലൊന്നാണ് ഡിസപ്രൂവൽ ഓഫ് കാസ്റ്റ് സിസ്റ്റം. ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു 4 ഫോൾഡ് കാസ്റ്റ് സിസ്റ്റത്തെ ഡിസപ്രൂവ് ചെയ്യുക എന്നുള്ളത്. 2, വിമന്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. 3, വിഡോ റീമാരേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. 4, ബോത്ത് മെയിലിന്റെയും ഫീമെയിലിന്റെയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കല്യാണപ്രായം ഉയർത്തുക, വിവാഹപ്രായം ഉയർത്തുക എന്നുള്ളതാണ്. ഈ 4 പ്രാർത്ഥനാ സമാജിന്റെ ഒരു 4 പോയിന്റ് സോഷ്യൽ അജണ്ട എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു? 1, ഡിസപ്രൂവൽ ഓഫ് കാസ്റ്റ് സിസ്റ്റം. 2, പ്രൊമോട്ടിംഗ് വിമൻസ് എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് വിഡോ റീമാരേജ് ആൻഡ് റൈസിംഗ് ദ ഏജ് ഓഫ് മാരേജ് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത്. പിന്നീട് പിൽക്കാലത്ത് ഇവിടെ ആര് വരുന്ന ആൾക്കാരാണ്? MG റാണിയുടെ അസോസിയേറ്റ് ആയിട്ട് പ്രാർത്ഥനാ സമാജിന്റെ ഭാഗമാകുന്ന 2 ആൾക്കാരാണ്. ഒന്ന് DK കർവെ, ദ്വന്ദ്വ കേശവ് കർവെ, മറ്റൊന്ന് വിഷ്ണു ശാസ്ത്രി. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഈ ഒരു പ്രാർത്ഥനാ സമാജിന്റെ ആക്ടിവിറ്റീസിനെ ഒന്നും കൂടി എന്ത് ചെയ്തു? സ്പീഡപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒന്നും കൂടി അതിനെ പോപ്പുലറൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവർ രണ്ടുപേരുടെയും കർവയുടെ ഒക്കെ ഒരു മെയിൻ ഏരിയ എന്നുള്ളത് തന്നെ വിഡോ റീമാരേജ് ആണ്. അങ്ങനെ കർവേ ദ്വന്ദ്വ കേശവ് കർവയും നമ്മുടെ MG റാണിയുടെയും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് വിഡോ റീമാരേജ് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്, വിഡോ റീമാരേജ് മൂവ്മെന്റ് തുടങ്ങി വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ തുടങ്ങിയ മറ്റൊന്നാണ് ഓൾ വിഡോസ് ഹോം അസോസിയേഷൻ എന്നുള്ളത്, വിഡോസ് ഹോംസ് അസോസിയേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? വിഡോസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും. ഇപ്പൊ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമാറും? അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ മുന്നോട്ട് പോകാൻ കഴിയും. സോ ഇതൊക്കെയായിരുന്നു പ്രാർത്ഥനാ സമാജിന്റെ ഒരു വർക്ക് എന്നുള്ളത്. 1867 എന്നുള്ള വർഷം ഓർക്കണം. 1867 ആത്മരാം പന്തൂരാങ് ബോംബെയിലാണ് പ്രാർത്ഥനാ സമാജ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് പ്രാർത്ഥനാ സമാജിൽ വന്നിട്ടുണ്ടായിരുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു MG റാണിയുടെ. ആൻഡ് ലേറ്റർ RG ബന്ദേർക്കർ, NJ ചന്ദ്രകർ, പിന്നെ DK കർവെ, വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റ്. ഇത്രയും ആൾക്കാരാണ് പ്രാർത്ഥനാ സമാജവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആര്യ സമാജാണ്. സോ ആര്യ സമാജ് ഒരുപാട് കാലങ്ങളായി നിങ്ങൾ കേൾക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരിക്കും. സോ ഇത് പറയപ്പെട്ട പ്രാർത്ഥനാ സമാജിൽ നിന്നും പരമഹംസ മണ്ഡലിയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ആര്യ സമാജ് വേറിട്ട് നിൽക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, ആര്യ സമാജ് ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച 2 മൂവ്മെന്റും അതൊരു റിഫോം മൂവ്മെന്റ് ആണ്. ഓക്കെ, സോ അത് റിവൈവലിസ്റ്റ് ആണ്. എന്താണ്? ഹിന്ദുയിസം അതിന്റെ ഒരു ക്രിസ്റ്റ്യൻ ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു ആര്യ സമാജിന്റെ ഒരു മോട്ടോ എന്നുള്ളത്. ബാക്ക് ടു വേദാസ് എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു മോട്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് വാസ് എ റിവൈവലിസ്റ്റ് ഇൻ ഫോം, വാസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ ടു വെസ്റ്റേൺ ഇൻഫ്ലുവൻസസ്. സോ ഇന്ത്യയിൽ അന്ന് യൂറോപ്യൻ ഭരണത്തിന്റെ കീഴിലായതുകൊണ്ട് സൊസൈറ്റിയിലെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ സൊസൈറ്റി ഇറ്റ്സെൽഫ് വെസ്റ്റേൺ കൾച്ചറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അട്രാക്ട് ആയിട്ടുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. സോ ആ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസസിന്റെ എതിരെയുള്ള ഒരു റിയാക്ഷൻ ആയിട്ടായിരുന്നു ആര്യ സമാജ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ ഫൗണ്ടർ എന്നുള്ളത് ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി എന്നുള്ളത് പിൽക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച പേരാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്നുള്ളത് മൂലശങ്കർ എന്നുള്ളതാണ്. സോ ഈ ഒരു ഒറിജിനൽ നെയിമും ഓർത്തിരിക്കണം. ഒറിജിനൽ നെയിമും റിയൽ നെയിമും ഒക്കെ, ലൈക്ക് ഒറിജിനൽ നെയിമും പിൽക്കാലത്ത് കിട്ടിയ നെയിമൊക്കെ മാച്ച് ചെയ്യാനുള്ള ഫോമിലൊക്കെ എനിക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സോ ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം എന്നുള്ളത് മൂലശങ്കർ എന്നുള്ളതാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് മോർവി സ്റ്റേറ്റ് ഇൻ ഗുജറാത്ത് ഇൻ എ ബ്രാഹ്മിൺ ഫാമിലി. ഒരു ബ്രാഹ്മിൺ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു മൂലശങ്കർ അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതി എന്നുള്ളത്, ഗുജറാത്തിലെ മോർവി സ്റ്റേറ്റില്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 15 വർഷം എസ്തെറ്റിക്കായി ഇങ്ങനെ വാൻഡർ ചെയ്തു, അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് ആര്യ സമാജ് യൂണിറ്റ് വാസ് ഫോർമലി സെറ്റപ്പ് ഹിം അറ്റ് ബൈ ബോംബെ. അപ്പം ആദ്യത്തെ ആര്യ സമാജിന്റെ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. ബോംബെയിലാണ്, 1875. ഇവിടെയും സ്ഥലം ഓർക്കണം. വേണമെങ്കിൽ പൂണെന്നോ വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ തരും. സോ ബോംബെ ആണെന്നുള്ളത് ഓർക്കുക. ദ ഫസ്റ്റ് ആര്യ സമാജ് യൂണിറ്റ് വാസ് ഫോർമലി സെറ്റപ്പ് ബൈ ദയാനന്ദ സരസ്വതി അറ്റ് ബോംബെ ഇൻ 1875. പിന്നീട് എന്ത് ചെയ്തു? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സമാജ് പിൽക്കാലത്ത് ലാഹോറിലേക്ക് മാറ്റുന്നുണ്ട്, അതും ഓർത്തിരിക്കണം. ലേറ്റർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ആര്യ സമാജ് വർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ലാഹോർ. ലാഹോറിലേക്ക് പിൽക്കാലത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ദയാനന്ദന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് സത്യാർത്ഥ പ്രകാശ് എന്നുള്ളത്. ചോദിക്കാം. ദയാനന്ദയുടെ അദ്ദേഹത്തിന്റെ എന്താണ് ഈ ഒരു ഹിന്ദു റിവൈവലിസവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്കാണ് സത്യാർത്ഥ പ്രകാശ് എന്നുള്ളത്.
ട്രൂ എക്സ്പോസിഷൻ എന്നുള്ളത്. ഓക്കെ, സോ ദാൻഡിസ് വ്യൂസ് വർ പബ്ലിഷ്ഡ് ഇൻ ഹിസ് ഫേമസ് വർക്ക് സത്യാർത്ഥ പ്രകാശ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടത്, അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്നുള്ളത് ഇന്ത്യ എന്നുള്ളത് ഒരു ക്ലാസ്ലെസ് ആൻഡ് കാസ്റ്റ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറണം എന്നുള്ളതാണ്. ക്ലാസ്ലെസ് ആൻഡ് കാസ്റ്റ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറണം, വിച്ച് മീൻസ് എ കംപ്ലീറ്റ്ലി യുണൈറ്റഡ് ഇന്ത്യ ആയിരിക്കണം. റിലീജിയസ്ലി, സോഷ്യലി, നാഷണലി, മോറലി ഒക്കെ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റി ഉള്ള, ഒരു ഏകത്വമുള്ള ഒരു ഇന്ത്യ ആയിട്ട് മാറണം എന്നുള്ളതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ ഒരു അഭിപ്രായം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്തുമായിരിക്കണം, ഫോറിൻ റൂളിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, യൂറോപ്യൻസ് തിരിച്ചു പോകണം, ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യ കംപ്ലീറ്റ്ലി സ്വാതന്ത്ര്യമായിരിക്കണം എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ എല്ലാ ആൾക്കാരുടെ വിശ്വാസവും എന്തായിരിക്കണം, ഇവിടെ യൂണിറ്റി ഉണ്ടായിരിക്കണം, എല്ലാ ആൾക്കാരുടെ വിശ്വാസവും അത് ആര്യൻ വിശ്വാസമായിരിക്കണം, ആര്യൻ റിലീജനിലുള്ള വിശ്വാസമായിരിക്കണം, അത് എല്ലാവരുടെയും കോമൺ റിലീജനായിട്ട് മാറണം എന്നുള്ളതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ ഒരു വിഷൻ എന്നുള്ളത്. Okay, so his vision of India included a classless and casteless society, a united India, completely religiously, socially, nationally, okay, united ആയിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കണം, and an India free from foreign rule with Aryan religion being the common religion of all. Okay. He took inspiration from the Vedas and considered them to be India's rock of ages, the infallible and the true original seed of Hinduism. അപ്പൊ അദ്ദേഹം വേദയിൽ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, വേദിക് കാലഘട്ടമാണ് ഇന്ത്യയുടെ ആ ഒരു റോക്ക് ഓഫ് ഏജസ്, ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ കാലഘട്ടം വേദിക് കാലഘട്ടമാണ്. സോ വേദാസ് ഇൻഫാലിബിൾ ആണ്, അതാണ് ഒറിജിനൽ, അല്ലെങ്കിൽ അതാണ് ട്രൂ, അതിന് തെറ്റ് പറ്റുന്നതല്ല എന്നുള്ള ഒരു വിശ്വാസം ദയാനന്ദ സരസ്വതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹി ഗേവ് ദ സ്ലോഗൻ ബാക്ക് ടു വേദാസ് എന്നുള്ള സ്ലോഗൻ തന്നിട്ടുള്ളത്, അത് ദയാനന്ദ സരസ്വതിയുടെ സ്ലോഗനാണ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ദയാനന്ദ സരസ്വതിയുടെ വർക്കാണ് സത്യാർത്ഥ പ്രകാശ് എന്നുള്ളത്. അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്നുള്ളത്, ഇന്ത്യ ഷുഡ് ബി എ ക്ലാസ്ലെസ് ആൻഡ് കാസ്റ്റ്ലെസ് സൊസൈറ്റി. അവിടെ എന്തായിരിക്കണം, കംപ്ലീറ്റ്ലി ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം, ഫോറിൻ റൂളിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ആൻഡ് എല്ലാവരുടെയും കോമൺ റിലീജൻ ആയിട്ട് ആര്യൻ റിലീജൻ വരണം. ഇതൊക്കെയായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ ഒരു വ്യൂ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, സോ അദ്ദേഹം വേദാസിന്റെ ഇൻഫാലിബിലിറ്റിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം എന്ത് പറയുന്നു, അതാണ് ഹിന്ദുയിസത്തിന്റെ ഒറിജിനൽ സീഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എല്ലാവരും അതിലേക്ക് തന്നെ തിരിച്ചു പോവുക, ബാക്ക് ടു വേദാസ് എന്നുള്ളതായിരുന്നു ദയാനന്ദ സരസ്വതി മുന്നോട്ട് വെച്ച സ്ലോഗൻ. Okay. Then they launched a frontal attack on Hinduism. ഹിന്ദുയിസത്തിന്റെ കാസ്റ്റ് റിജിഡിറ്റീസിനെ അവർ അന്ന് കാലത്ത് നിലനിൽക്കുന്ന ചാതുർവർണ്ണ സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട അൺടച്ചബിലിറ്റി, ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ ഈവിൽ പ്രാക്ടീസസ്, ഇതിനൊക്കെ ആര് എതിർത്തിട്ടുണ്ട്, ദയാനന്ദ എതിർത്തിട്ടുണ്ട്. ഓക്കെ, സോ അൺടച്ചബിലിറ്റി എതിർത്തിട്ടുണ്ട്, ബിംബാരാധന ഐഡലേറ്ററി എതിർത്തിട്ടുണ്ട്, പോളിതീസത്തെ എതിർത്തിട്ടുണ്ട്, ബിലീഫ് ഇൻ മാജിക്, ചാംസ് ആൻഡ് ആനിമൽ സാക്രിഫൈസസ്, ഈ മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലുള്ള വിശ്വാസത്തെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്, മൃഗങ്ങളെ ബലി കൊടുക്കുന്നതിന് അദ്ദേഹം എതിർത്തിട്ടുണ്ട്. പിന്നെ ഈ കടൽ കടന്നു പോയാൽ ജാതി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ടാബു അൽക്കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു ഹിന്ദുസിന്റെ ഇടയിൽ. സോ ആ ഒരു ടാബുനെയും സീ വോയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടാബുനെയും ആര് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ദയാനന്ദ സരസ്വതി ഓപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അദ്ദേഹം എതിർത്ത കാര്യങ്ങളാണ്. ആൻഡ് ദയാനന്ദ സബ്സ്ക്രൈബ് ടു ദ വേദിക് നോഷൻ ഓഫ് ജാതുർവർണ്ണ സിസ്റ്റം ഇൻ വിച്ച് എ പേഴ്സൺ വാസ് നോട്ട് ബോൺ ഇൻ എനി കാസ്റ്റ് ബട്ട് വാസ് ഐഡന്റിഫൈഡ് ആസ് എ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അക്കോർഡിംഗ് ടു ദ ഒക്കുപേഷൻ ദ പേഴ്സൺ ഫോളോഡ്. സോ കാസ്റ്റ് റിജിഡിറ്റീസിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു വേദാസിൽ പറയപ്പെടുന്ന ചാതുർവർണ്ണ സിസ്റ്റം അവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു എന്താണ് ആ ഒരു തോട്ടിനോട് ദയാനന്ദ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ചാതുർവർണ്ണ സിസ്റ്റം ഉണ്ടാവേണ്ടത് അതൊരിക്കലും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആയിട്ടല്ല, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആയിട്ടാണ്. എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും തമ്മിൽ വ്യത്യാസം? ജന്മം കൊണ്ട് ഒരാൾ നേടിയെടുക്കേണ്ടതല്ല, അയാളുടെ ഒക്കുപ്പേഷനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ ഒരു വ്യൂ എന്നുള്ളത്. ഓക്കെ, ഇനി ആര്യ സമാജിന്റെ മറ്റൊരു മേഖലയായിരുന്നു, അത് എന്ത് ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായത്തിൽ ആര്യ സമാജം ഇടപെട്ടിട്ടുണ്ട്. സോ ഈ ഒരു കോട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പലപ്പോഴും ആര്യ സമാജം ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമോ, കാരണം ആര്യ സമാജ് ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണല്ലോ എന്നൊക്കെ ചിന്തിക്കും. സോ ആര്യ സമാജ് ഫിക്സഡ് ദ മിനിമം മാരേജബിൾ ഏജ് ഏത് രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബോയ്സിന് 25ഉം ഗേൾസിന് 16ഉമായിട്ട് 1875 ആ ഒരു കാലഘട്ടത്തിൽ ആര്യ സമാജ് എന്ത് ചെയ്തിട്ടുണ്ട്, വിവാഹപ്രായം ഫിക്സ് ചെയ്തിട്ടുണ്ട്. Okay, in Swami Dayananda Saraswati once lamented the Hindu race as the children of children. Intercaste marriage and widow remarriage were also encouraged. Equal status for women was a demand of the Samaj, both in letter and in spirit.
സോ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്? ഇന്റർ കാസ്റ്റ് മാരേജിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, വിഡോ റീമാരേജിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, മെന്നിനും വിമനും ഈക്വൽ സ്റ്റാറ്റസ് വേണം എന്നുള്ളത് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും എന്തുണ്ട്? പ്രതിഫലിച്ചിട്ടുണ്ട്. സമാജ് ഓൾസോ ഹെൽപ്ഡ് പീപ്പിൾ ഇൻ ക്രൈസിസ്. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഫ്ലഡ്സോ ഫെമൈൻസോ എർത്തുകാക്സോ ഒക്കെ പോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിലും എന്ത് ചെയ്തിട്ടുണ്ട്? സമാജ് ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഇവരുടെ ഈ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾസ് എന്നുള്ളത്, DAV. അപ്പം ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾസ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ലാഹോറിലാണ്. 1886 1886 ലാഹോറിൽ ഫസ്റ്റത്തെ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ വരുന്നത്. ആൻഡ് എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിന്റെ ഒരു ലൈക്ക് എംഫസിസ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു എഡ്യൂക്കേഷന് പുതിയൊരു ഡയറക്ഷൻ കൊടുക്കുന്നതിന് ഭാഗമായിട്ട് ഇതിന്റെ ഒരു ന്യൂക്ലിയസ് ഫോർ ദിസ് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്തതാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾസ്, എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് അറ്റ് ലാഹോർ ഇൻ 1886, വിച്ച് സോർട്സ് ടു എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ വരുന്നത്. അപ്പൊ ഇവിടെ പിന്നീട് പിൽക്കാലത്ത് ഈ ആര്യ സമാജ് രണ്ട് ഫാക്ഷൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഒന്ന്, ഈ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ആര്യ സമാജിലെ പല ആൾക്കാർക്കും എന്ത് ചെയ്തിട്ടില്ല? ഡൈജസ്റ്റ് ആയിട്ടില്ല. അപ്പൊ അവർ വിചാരിക്കണം ഇന്ത്യയിൽ ഒരു ആൻഷ്യന്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ആ ഗുരുകുല സമ്പ്രദായം. ഗുരുകുല സമ്പ്രദായത്തിലാണ് ക്ലാസ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ച സിലബസ് ആണ് ഇന്ത്യയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എന്നൊരു വിശ്വാസമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർ എന്ത് ചെയ്തു? ഗുരുകുല സമ്പ്രദായ എഡ്യൂക്കേഷൻ തുടങ്ങി. അതിലൊരാളായിരുന്നു സ്വാമി ശ്രദ്ധാനന്ദ് എന്നുള്ളത്. സ്വാമി ശ്രദ്ധാനന്ദ് സ്റ്റാർട്ടഡ് ദ ഗുരുകുൽ അറ്റ് ഹരിദ്വാർ ഇൻ 1902. 1902 ഹരിദ്വാറിൽ ഗുരുകുൽ സമ്പ്രദായം ആര് സ്റ്റാർട്ട് ചെയ്തു? സ്വാമി ശ്രദ്ധാനന്ദ സ്റ്റാർട്ട് ചെയ്തു, ടു ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ ദ ട്രഡീഷണൽ ഫ്രെയിംവർക്ക്. സോ ആ ഇന്ത്യയിലെ ആ പരമ്പരാഗത രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗുരുകുല സമ്പ്രദായത്തിന്റെ ലക്ഷ്യം. ആൻഡ് ഹിന്ദു സൊസൈറ്റിയിലെ പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ആര്യ സമാജം റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് വരാനുള്ള കാരണം എന്നുള്ളത് ഇവിടെ യൂറോപ്യൻ ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് റിലീജിയസ് കൺവേർഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പലരെയും ക്രിസ്ത്യാനിറ്റിയിലേക്കും ഇസ്ലാമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ സമാജിന്റെ മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ വീണ്ടും ഹിന്ദുസത്തിലേക്ക് റീകൺവേർട്ട് ചെയ്യിക്കുക എന്നുള്ളത്. സോ ഈ ഒരു മൂവ്മെന്റ് അറിയപ്പെട്ടതാണ് ശുദ്ധി മൂവ്മെന്റ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ മൂവ്മെന്റ് എന്നുള്ളത്. സോ ഈ ഒരു ശുദ്ധി പ്രസ്ഥാനവും ആര്യ സമാജമായിട്ട് ബന്ധപ്പെട്ടതും എന്ന് ഓർത്തിരിക്കാം. എന്താ ഇതിന്റെ ലക്ഷ്യം? ഈ ഒരു മിഡീവൽ കാലഘട്ടത്തിലും മോഡേൺ കാലഘട്ടത്തിലെ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് കാരണമൊക്കെ ഹിന്ദുസം വിട്ട് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഒക്കെ എംബ്രേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഹിന്ദുസത്തിലേക്ക് തിരിച്ച് റീകൺവേർട്ട് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടായിരുന്നു ശുദ്ധി മൂവ്മെന്റ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആര്യ സമാജി ഒരു ശുദ്ധി പ്രസ്ഥാനം എന്നൊരു ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുവന്നതോടുകൂടി ഇവർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഇമേജ് ലഭിക്കാൻ തുടങ്ങി. ഒരു മതവർഗീയതയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണൽ ഇമേജ് ആര്യ സമാജിന് ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് റഹ്നുമാനി മസ്ദിയാസ്നാൻ സഭ എന്നുള്ളത്. ഇതൊരു പാസി റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ്. 1851 ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് പാസീസ്. ഓക്കെ, സോ ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള പാസീസിന്റെ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു റഹ്നുമാനി മസ്ദിയാൻ സഭ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു സഭയുടെ ലക്ഷ്യം എന്നുള്ളത്? ഇറ്റ് ഈസ് ഫോർ ദ റീജനറേഷൻ ഓഫ് ദ സോഷ്യൽ കണ്ടീഷൻ ഓഫ് ദ പാസീസ് ആൻഡ് ദ റീസ്റ്റോറേഷൻ ഓഫ് ദ ജൊരാസ്ട്രൻ റിലീജിയസ് ടു ഇറ്റ്സ് പ്രിസ്റ്റൈൻ പ്യൂരിറ്റി. അപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു ട്വിൻ ആസ്പെക്ട് ഇതിന്റെ അകത്തുണ്ട്. ഒന്ന്, സൊസൈറ്റി റിഫോം ചെയ്യുക, പാസികൾക്കിടയിലെ ജനങ്ങളുടെ സോഷ്യൽ കണ്ടീഷൻസ് മാറ്റുക. രണ്ട്, റിലീജിയസ് റിഫോം. അതെന്താണ്? റിലീജൻ അതിന്റെ ഒരു പ്രിസ്റ്റൈൻ, അതെങ്ങനെയാണോ ഒറിജിൻ ചെയ്യുമ്പോൾ ഉണ്ടായത് അതിന്റെ ഒരു ഒറിജിനൽ വേർഷനിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യപ്പെടുക. ഇതായിരുന്നു റഹ്നുമാനി മസ്ദിയാൻ സഭയുടെ ലക്ഷ്യം എന്നുള്ളത്. ഇനി മൂവ്മെന്റിൽ ആരൊക്കെ ഭാഗമായിട്ടുണ്ട്? ദാദാഭായ് നവറോജി ഫെർദോജി, KR കാമ, SS ബംഗാളി, ഇവരൊക്കെയായിരുന്നു റഹ്നുമാനി മസ്ദിയാൻ സഭയുടെ ഒരു ലീഡേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇവർക്കൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു സഭയുടെ ഐഡിയോളജിയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പറാണ് റാസ്ത് ഗൊഫ്താർ എന്നുള്ളത്. റാസ്ത് ഗൊഫ്താർ മീനിങ് ട്രൂത്ത് ടെല്ലർ എന്നതാണ്. ഓക്കെ, സോ
ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പാർസികളുടെ റിലീജിയസ് റിച്വൽസും പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാർസീസിന്റെ ആ ഒരു ക്രീഡും റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സോഷ്യൽ സ്ഫിയറിൽ ഇവരെന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, വിമന് ഒരുപാട് ഫ്രീഡം ലഭിക്കാനും അല്ലെങ്കിൽ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് റഹ്നുമാനി മസ്ജിദ് സഭ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ പർദ സിസ്റ്റം മീൻസ് വിമൻ ഒരു തരത്തിലും സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാതെ തന്റെ റൂമിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം. മിഡീവൽ കാലഘട്ടത്തിലെ ഒരു ജനാന സമ്പ്രദായമുണ്ട്. ഈ ഒരു ജനാന സമ്പ്രദായത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് പർദ സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു പർദ സിസ്റ്റത്തിനെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ മാരേജ് ഏജ് വിവാഹപ്രായം പെൺകുട്ടികളുടെ ഉയർത്തുക, പിന്നെ എഡ്യൂക്കേഷന് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രൊമോഷൻ കൊടുക്കുക അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആയിട്ട് റഹ്നുമാനി മസ്ജിദ് സഭ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ റഹ്നുമാനി മസ്ജിദ് സഭ പോലെ ബാക്കിയുള്ള പാർസി റിലീജിയസ് റിഫോം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനും ബാക്കി എല്ലാ രീതിയിലും എംപവർമെന്റും നേടിയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് പാർസീസ് മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് അദ്വൈത സഭ ഓഫ് കുംഭകോണം. സോ അദ്വൈത സഭ ഓഫ് കുംഭകോണം എന്നുള്ളത് അതൊരു ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അദ്വൈത വേദാന്ത ഫിലോസഫി അത് പഠിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എന്നുള്ള ഒരു അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അദ്വൈത സഭ ഓഫ് കുംഭകോണം എന്നുള്ളത്. 1894 ഈ ഒരു സഭ ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1894 ബൈ ദ 66 കാഞ്ചി കാമകോത്തി പീഠാധിപതി ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ സ്വാമികൾ ഫോർ. അയാളാണ് ഈ ഒരു അദ്വൈത സഭ ഓഫ് കുംഭകോണത്തിന്റെ ഫൗണ്ടർ എന്നുള്ളത്. ആരാണ്? ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ സ്വാമികൾ. അപ്പൊ ഇത് അദ്വൈത വേദാന്ത ഫിലോസഫി പഠിക്കുക, അദ്വൈത വേദാന്ത ഫിലോസഫി പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. സോ ഇവരെന്ത് ചെയ്യും? ഒരുപാട് കോൺഫറൻസുകൾ വിദ്വത് സദാസ് അതൊക്കെ ഓർഗനൈസ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? സ്കോളേഴ്സ് ഒക്കെ വരും. സ്കോളേഴ്സ് ഒക്കെ ഈ ഒരു അദ്വൈത വേദാന്ത ഫിലോസഫിയിൽ ഡിസ്കഷൻസും ഡിബേറ്റ്സും ഒക്കെ നടക്കും. അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി സാൻസ്ക്രിറ്റിലായിരിക്കും കാര്യങ്ങളൊക്കെ. ആ രീതിയിൽ ഈ ഒരു അദ്വൈത വേദാന്തയുടെ ടീച്ചിങ്സ്, അതിന്റെ ഒരു ഒരു കണ്ടന്റ് എന്ത് ചെയ്യും? എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു സഭയുടെ വർക്കിംഗ് മോഡ് എന്നുള്ളത്. ഓക്കെ, so let's go to next question. Second question ഇതാണ്, arrange the following organizations in chronological order which were formed between 1876 to 1885. അത് 1876 മുന്നേ ഉള്ള അസോസിയേഷനും ഇവിടെ ഉണ്ട്. എനിവേ ഇത് ശരിക്കും പ്രീ കോൺഗ്രസ് അസോസിയേഷൻസ് ആണ് കേട്ടോ. സോ ഏതൊക്കെയാണുള്ളത്? ഒന്ന് പൂന സാർവജനിക് സഭയുണ്ട്, മറ്റൊന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട ആയിരിക്കാം, പിന്നെ മഹാജനസഭയുണ്ട്, മദ്രാസ് മഹാജനസഭയായിരിക്കും, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ ലീഗ് ഉണ്ട്. സോ പ്രീ കോൺഗ്രസ് അസോസിയേഷൻസ് ആണ്. ഏതാണ് അതിന്റെ ഒരു കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പൂന സാർവജനിക് സഭ 1870 വരുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട 1876 വരുന്നത്. മദ്രാസ് മഹാജനസഭ 1884 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അത് 1885 ഇന്ത്യൻ ലീഗ് 1875 സോ തന്നിരിക്കുന്നതിൽ ആദ്യം വരുന്നത് പൂന സാർവജനിക് സഭ തന്നെയാണ് 1870. പിന്നീട് വരുന്നത് 1875 എന്ത് വരുന്നുണ്ട്? ഇന്ത്യൻ ലീഗ് വരുന്നുണ്ട്. അപ്പൊ ഇ എന്നുള്ള ഒരു ഓർഡർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ AEBCD ഉണ്ട്, AECBD ഉണ്ട്, EABCD ഉണ്ട്, AEBDC ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം കറക്റ്റ് ആൻസർ. പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ബിഫോർ INC. INCക്ക് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ അസോസിയേഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം പറയുന്നത് ബംഗഭാഷാ പ്രകാശിക സഭയെ പറ്റിയാണ്. ഓക്കെ, സോ ബംഗഭാഷാ പ്രകാശിക സഭ എന്നുള്ളത് ഇത് ഫസ്റ്റ് ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ അസോസിയേഷൻ ആണ് ബംഗഭാഷാ പ്രകാശിക സഭ എന്നുള്ളത്. സോ അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് രാജാറാം മോഹൻ റോയുടെ അസോസിയേറ്റ്സ് ആണ്. അസോസിയേറ്റ്സ് ഓഫ് രാജാറാം മോഹൻ റോയ് ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വർക്ക്ഡ് ഫോർ റിഫോം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് ബ്രിട്ടീഷ്.
അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിൽ ആരും കൂടി ഉൾപ്പെടണം, ഇന്ത്യൻസിനെയും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ബംഗഭാഷാ പ്രകാശക സഭയുടെ അവരുടെ ഡിമാൻഡ് എന്നുള്ളത്. ദേ സ്റ്റൂഡ് ഫോർ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ഡിമാൻഡ്സ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ബംഗഭാഷാ പ്രകാശക സഭ നിലനിന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി എന്നുള്ളൊരു അസോസിയേഷൻ. ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ജമീന്ദാരി അസോസിയേഷൻ എന്നുള്ളൊരു ടൈറ്റിലാണ്. അത് ഒരു 1837-38 വന്നിട്ടുണ്ടായിരുന്ന ഒരു അസോസിയേഷനാണ്. അതിന്റെ ഫൗണ്ടേഴ്സ് എന്നുള്ളത് ദ്വാരകനാഥ് ടാഗോറും രാധാകാന്ത് ദേബുമാണ്. ദ്വാരകനാഥ് ടാഗോറും രാധാകാന്ത് ദേബും. അതിന്റെ പർപ്പസ് എന്നുള്ളത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ജമീന്ദാസ്, ജമീന്ദാസിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയുടെ ലക്ഷ്യം എന്നുള്ളത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് 1843 ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത്. ഇതിന്റെ ഫൗണ്ടർ ജോർജ് തോംസൺ ആണ്. പിന്നെ ദ്വാരകനാഥ് ടാഗോറും ചന്ദ്രമോഹനും പരമാനന്ദ മിത്ര പോലെയുള്ള നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ ഒരു പർപ്പസ് എന്നുള്ളത് ഇന്ത്യയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കോമൺ പബ്ലിക്കിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്നുള്ളത്. Okay, so as of now, we have discussed 3 pre-Congress association. The first one is Bangabhasha Prakashika Sabha. Next one is Landholder Society അല്ലെങ്കിൽ Zamindari Association. Third one is British Indian Society, which was founded by George Thomson. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് 1850s എന്ത് സംഭവിച്ചു? ഈ പറയപ്പെട്ട ജമീന്ദാരി അസോസിയേഷൻ അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി, ജോർജ് തോംസന്റെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും ഇത് രണ്ടും കൂടി മെർജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് വന്ന പ്രീ കോൺഗ്രസ് അസോസിയേഷൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്. ഓക്കെ, 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഫൗണ്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 1851 ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും മെർജ് ചെയ്തു. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 വന്നത്. സോ ഈ ഒരു മെർജിങ്, ഈ രണ്ട് അസോസിയേഷനെയും ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത ഒരാളായിരുന്നു രാധാകാന്ത് ദേബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാധാകാന്ത് ദേബ് ആണ് ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഹി ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദിസ് അസോസിയേഷൻ. പിന്നീട് പിൽക്കാലത്ത് എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആദ്യം ഭയങ്കര ജനകീയമായിട്ടാണ് നിന്നിട്ടുള്ളത്. പിൽക്കാലത്ത് ഇതിലെ ഒരു മെമ്പർ ആകാൻ വേണ്ടിയിട്ട് 50 രൂപ ഒരാൾ മെമ്പർഷിപ്പ് ഫീസ് എടുക്കണം എന്നുള്ളതായി. സോ 50 രൂപ എന്നുള്ളത് 1850s ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് എന്തായിരിക്കും? അയാളുടെ മാസ വരുമാനം മുഴുവനും അല്ലെങ്കിൽ ഒരു 3 മാസത്തെ വരുമാനമൊക്കെ ആയിരിക്കും 50 രൂപ എന്നുള്ളത്. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇതിൽ ഒരു ജനകീയമായിട്ട് ഭയങ്കരമായിട്ട് എതിർപ്പ് ഈ ഒരു അസോസിയേഷൻ നേടേണ്ടി വന്നു. ഓക്കെ, ഇനിയാണ് ബോംബെ അസോസിയേഷൻ എന്നുള്ളത്. അതിന്റെ ഫൗണ്ടർ 1852 ബോംബെ അസോസിയേഷൻ ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഫൗണ്ടർ ദാദാബായ് നവറോജിയാണ്. അതാണ് ബോംബെ പ്രൊവിൻസിലുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞത് ബംഗാൾ ബേസിലാണ്. ബോംബെ പ്രൊവിൻസിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ അസോസിയേഷൻ എന്നുള്ളത് അത് ബോംബെ അസോസിയേഷൻ ആണ്. 1852 ഫൗണ്ട് ചെയ്യപ്പെട്ട ബോംബെ അസോസിയേഷൻ ആണ് ഫസ്റ്റ് പൊളിറ്റിക്കൽ അസോസിയേഷൻ ഇൻ ബോംബെ പ്രൊവിൻസ് എന്നുള്ളത്. ഇതിന്റെ പർപ്പസ് എന്നുള്ളത് ഇവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടി ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബോംബെ അസോസിയേഷന്റെ പർപ്പസ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. 1852 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ വരുന്നത്. ഫൗണ്ടർ ഗസാലു ലക്ഷ്മൺ രസാവു ചെട്ടിയാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷന്റെ ഫൗണ്ടർ. ആൻഡ് അവരുടെ ഇതാണെന്ത് മദ്രാസ് പ്രൊവിൻസിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ അസോസിയേഷൻ ആയിരുന്നു മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്നുള്ളത്. ഓക്കെ, രണ്ടും വരുന്നത് 1852 ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. നമ്മുടെ ദാദാബായ് നവറോജി 1866 ലണ്ടനിൽ വെച്ച് ഫൗണ്ട് ചെയ്യപ്പെട്ട അസോസിയേഷനാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നുള്ളത്. സോ 1866 ദാദാബായ് നവറോജി ഫൗണ്ട് ആറ്റ് ലണ്ടനിൽ വെച്ചിട്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ലണ്ടനിലെ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ ലക്ഷ്യം എന്നുള്ളത്. നെക്സ്റ്റ് ആണ് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. 1867 മേരി കാർപ്പന്റർ ലണ്ടനിൽ ഫൗണ്ട് ചെയ്ത അസോസിയേഷനാണ് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്. ഓക്കെ, ഫൗണ്ടഡ് ബൈ മേരി കാർപ്പന്റർ ഇൻ ലണ്ടൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൂന സാർവജനിക് സഭ. 1870 പൂന സാർവജനിക് സഭ വരുന്നത്. അതിന്റെ ഫൗണ്ടേഴ്സ് എന്നുള്ളത് MG റാണയുടെയും GV ജോഷിയുമാണ്. ഓക്കെ, MG റാണയുടെ GV ജോഷി ഇവർ രണ്ടുപേരുമാണ് പൂന സാർവജനിക് സഭയുടെ ഫൗണ്ടേഴ്സ് എന്നുള്ളത്. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എൻ എലക്ടഡ് ബോഡി ഓഫ് 95 മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു പൂന സാർവജനിക് സഭ ആദ്യകാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ വഴി 95 അംഗങ്ങളുള്ള ഒരു എലക്ടഡ് ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. 1875
സഭ ഹൗസ് ഓഫ് കോമൺസ്, ലണ്ടനിലെ ഹൗസ് ഓഫ് കോമൺസ് ഒരു പെറ്റീഷൻ സെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു പെറ്റീഷന്റെ ഡിമാൻഡ് എന്നുള്ളത്? ഇന്ത്യക്കാരെ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭാഗമാക്കണം എന്നുള്ളത്. കാരണം ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ചിട്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ പാസ് ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു നിയമങ്ങൾ പാസ് ചെയ്യപ്പെടുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ ആരും ഉണ്ടായിരിക്കണം? ഇന്ത്യക്കാരുടെ ഡയറക്റ്റ് റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ഈ ഒരു പൂണ സാർവജനിക് സഭ 1875 മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിമാൻഡ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ഇന്ത്യ ലീഗ്. 1875 ഇന്ത്യ ലീഗ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സിസിർ കുമാർ ഘോഷും ശംഭു ശരൺ മുഖർജിയുമാണ് ഇന്ത്യ ലീഗിന്റെ ഫൗണ്ടേഴ്സ്. ബംഗാൾ ബേസ്ഡ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ടയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട 1876 ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട വരുന്നത്. സോ അതിന്റെ ഫൗണ്ടേഴ്സ് എന്നുള്ളത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ആണ്. അത് നിലവിൽ വന്നിട്ടുള്ളത് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റിയാക്ഷണറി മെഷേഴ്സ് ടേക്കൺ ബൈ വൈസ്രോയ് ലിപ്റ്റൺ. അന്നത്തെ കാലത്ത് ലിപ്റ്റൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പല ആക്ടുകളും ഇൻക്ലൂഡിംഗ് വെർണാക്കുലർ പ്രസ് ആക്ട് പോലെ ലിപ്റ്റന്റെ റിയാക്ഷണറി പോളിസീസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന അസോസിയേഷൻ ആയിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട 1876 എന്നുള്ളത്. ഇതാണ് നമുക്ക് എല്ലാ ആസ്പെക്റ്റിലും ഒരു പ്രീ കോൺഗ്രസ് അസോസിയേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ടയാണ്. അതിനെ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്നും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ട അറിയപ്പെടുന്നുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? സിവിൽ സർവീസസിൽ ഇന്ത്യക്കാരെയും കൂടി ഭാഗമാക്കണം എന്നുള്ള ഒരു സിവിൽ സർവീസ് അജിറ്റേഷൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ടയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 1883 അവരാണ് ആദ്യമായിട്ട് ഒരു ഓൾ ഇന്ത്യ കോൺഫറൻസ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഓൾ ഇന്ത്യ കോൺഫറൻസ് ആണ് പിൽക്കാലത്ത് കോൺഗ്രസിനൊക്കെ വന്ന ശേഷം എല്ലാ വർഷവും ഒരു ആനുവൽ കോൺഫറൻസ് ആയിട്ട് നടക്കുന്നത്. അതിന്റെ മെമ്പർഷിപ്പ് ഫീ എന്നുള്ളത് 5 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അതൊരു ജനകീയമായിട്ട് നിലനിന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിരുന്നു മദ്രാസ് മഹാജനസഭ. 1884 മദ്രാസ് മഹാജനസഭ വരുന്നത്. ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്നുള്ളത് വി രാഘവാചാര്യ, ടി ആനന്ദ് ചെർലി, ജി സുബ്രഹ്മണ്യ അയ്യർ. ഇവരായിരുന്നു മദ്രാസ് മഹാജനസഭയുടെ ഫൗണ്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. മിനിറ്റ്, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫൗണ്ട് ചെയ്യപ്പെട്ടുള്ളത്. ഫിറോസ് ഷാ മെഹ്ത, ബദറുദ്ദീൻ തിയാബ്സി, KT തെലാങ് ഇവരായിരുന്നു അവർ അസോസിയേഷന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എന്നുള്ളത്. സോ അതൊരു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സിഗ്നിഫിക്കന്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇതും എന്താണ്, ആ ഒരു കാലഘട്ടത്തിൽ ഇൽബർട്ട് ബിൽ എന്നൊരു ബില്ലിന്റെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. സോ ഇൽബർട്ട് ബിൽ ഒരു കമ്പാരിറ്റീവ്ലി നല്ലൊരു പോളിസി ആയിരുന്നു. എന്താണത്? ഇൻ കേസ് യൂറോപ്യൻസ് തെറ്റ് ചെയ്ത കേസിൽ ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജികൾക്ക് വിധി പറയാം എന്നൊരു ബില്ല് മാത്രമാണ് ഇൽബർട്ട് ബില്ല്. പക്ഷെ ഇൽബർട്ട് ബില്ല് എന്ത് ചെയ്തു? ഈ യൂറോപ്യൻസ് കാലാകാലം അവരുടെ നെഞ്ചിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റേഷ്യൽ സുപ്പീരിയോറിറ്റിയെയും അവരുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെയും ഇൽബർട്ട് ബില്ല് അറ്റാക്ക് ചെയ്തു. അപ്പൊ ഓഫ് കോഴ്സ് എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു, നമ്മളെ ജഡ്ജ് ചെയ്യാൻ മാത്രം ആരായിട്ടില്ല, ഇന്ത്യൻസ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇൽബർട്ട് ബില്ല് പിൻവലിപ്പിച്ചു. അതാണ്. അപ്പൊ ഇൽബർട്ട് ബില്ലിനെതിരെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരും റിയാക്ട് ചെയ്തു. ഇൽബർട്ട് ബില്ല് പിൻവലിച്ചതിനെതിരെ ഇന്ത്യക്കാരും റിയാക്ട് ചെയ്തു. ആ ഒരു സമയത്ത് വന്ന അസോസിയേഷനാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു അസോസിയേഷന്റെ മെയിൻ റോൾ എന്നുള്ളത് ഇന്ത്യൻ ഇൻട്രസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ റിഫോംസുകൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ ലക്ഷ്യം എന്നുള്ളത്. സോ നമ്മൾ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പൊളിറ്റിക്കൽ അസോസിയേഷൻ പറയുകയാണെങ്കിൽ പൂന സാർവജനിക് സഭ, അതിന്റെ വർഷം എന്നുള്ളത് 1870 ആണ്. പിന്നാണ് 1876 വന്ന ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്, ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മദ്രാസ് മഹാജനസഭയാണ്. അത് 1884 മദ്രാസ് മഹാജനസഭ വരുന്നത്. പിന്നെ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഉണ്ടായിരുന്നു, അത് 1885 പിന്നെ ഇന്ത്യൻ ലീഗ് 1875 സോ ആദ്യം പൂണ സാർവജനിക് സഭ വരും, പിന്നെ ഇന്ത്യൻ ലീഗ് വരും 1875. പിന്നെ വരിക 1876 ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കട്ടയാണ്. പിന്നെ 1884 മദ്രാസ് മഹാജനസഭ, പിന്നെ 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. സോ അതായിരിക്കും അതിന്റെ ഒരു കറക്റ്റ് ഓർഡർ എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ലിസ്റ്റ് 1 കുറച്ച് ഓതേഴ്സിന്റെ പേരുണ്ട്, ലിസ്റ്റ് 2 അവരുടെ ബുക്സും തന്നിട്ടുണ്ട്. ആരൊക്കെയാണുള്ളത്? ലിസ്റ്റ് 1 ദീൻബന്ധു മിത്രയുണ്ട്. ദീൻബന്ധു മിത്രയുടെ ബുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ രാധനാഥ് റായ് ഉണ്ട്, മധുസൂദൻ റോയ് ഉണ്ട്, ലക്ഷ്മൺ മൊറേശ്വർ ഉണ്ട്. ലിസ്റ്റ് 2 ബുക്സുകളായിട്ട് മഹായാത്ര, വാസന്ത് ഗാഥ, നീലദർപ്പൺ, മുക്തമാല. സോ ഒന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിച്ചോളൂ. ഐ വിൽ ഗിവ് യു 30 സെക്കൻഡ്സ്.
ഓക്കെ, സോ ദീനബന്ധുവിന്റെ വർക്കാണ് നീലദർപ്പൺ എന്നുള്ളത്. രാധാനാഥ് റായിന്റെ വർക്കാണ് മഹായാത്ര എന്നുള്ളത്. മധുസൂദൻ റായുടെ വർക്കാണ് വാസന്തഗാഥ എന്നുള്ളത്. ലക്ഷ്മൺ മൊറേശ്വറിന്റെ വർക്കാണ് മുക്തമാല എന്നുള്ളത്. സോ ദ കറക്റ്റ് ഓർഡർ വിൽ ബി A3 B1 C2 D4 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ അതാണ് A3 B1 C2 D4, A3 B1 B2 C4 D1, A3 B1 C4 D2. എനിവേ ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബിസിനസ്മാൻ സൈൻഡ് ഓൺ ബോംബെ മാനിഫെസ്റ്റോ വിച്ച് വാസ് ആൻ ഓപ്പൺ ഇൻഡിക്റ്റ്മെന്റ് ഓഫ് നെഹ്റൂസ് പ്രീച്ചിങ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. സോ നെഹ്റുവിയൻ സോഷ്യലിസം എന്നുള്ള ഒരു ഐഡിയോളജി എതിർത്തുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് ബിസിനസ്മാൻ എന്തായാലും എന്ത് ചെയ്യും, ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും ബിസിനസ്മാൻ പ്രീച്ച് ചെയ്യാം. എനിവേ കുറച്ച് ബിസിനസ്മാൻ ഒരു ബോംബെ മാനിഫെസ്റ്റോ എന്നുള്ള ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ എത്ര ആൾക്കാർ സൈൻ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 19, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 21. ഹൗ മെനി ബിസിനസ്മാൻ സൈൻഡ് ഓൺ ബോംബെ മാനിഫെസ്റ്റോ വിച്ച് വാസ് ആൻ ഓപ്പൺ ഇൻഡിക്റ്റ്മെന്റ് ഓഫ് നെഹ്റൂസ് പ്രീച്ചിങ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. നെഹ്റുവിൻ സോഷ്യലിസ്റ്റിനെ എതിർത്തുകൊണ്ട് എത്ര ആൾക്കാർ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇതിലെ കറക്റ്റ് ആൻസർ എത്രയാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 21 ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. എന്താണ് ബോംബെ മാനിഫെസ്റ്റോ എന്ന് പറയാം. സോ ബോംബെ മാനിഫെസ്റ്റോ എന്നുള്ളത് ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ്ഡ് ബൈ 21 പ്രോമിനന്റ് ഇന്ത്യൻ ബിസിനസ്മാൻ ഇൻ റെസ്പോൺസ് ടു ജവഹർലാൽ നെഹ്റൂസ് അഡ്വക്കസി ഫോർ സോഷ്യലിസം. സോ ജവഹർലാൽ നെഹ്റു അന്ന് സോഷ്യലിസം ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ അതൊരു റിയാക്ഷൻ ആയിട്ട് അന്ന് ഇന്ത്യയിൽ 21ഓളം വരുന്ന ഇന്ത്യൻ ബിസിനസ്മാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറാണ് ബോംബെ മാനിഫെസ്റ്റോ എന്നുള്ളത്. സോ അത് അവരുടെ ഓപ്പൺ ഡിസഗ്രിമെന്റ് ആണ് ടു ദ ഐഡിയോളജി ഓഫ് നെഹ്റു. നെഹ്റുവിന്റെ ആ ഒരു ഐഡിയോളജിനെ അവർ ഓപ്പൺ ആയിട്ട് എതിർക്കുകയായിരുന്നു ബോംബെ മാനിഫെസ്റ്റോയിലൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇറ്റ് എക്സ്പ്രസ്ഡ് their strong opposition to Nehru's socialist ideas and his vision of ending private property and the profit system. So the manifesto argued that such ideas, if implemented, would lead to a destruction of the existing social and economic structure and mislead the masses. അപ്പം ഇവരെ ഒരു ബിസിനസ്മാൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ സോഷ്യലിസം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഇന്ത്യയുടെ കംപ്ലീറ്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ എക്കണോമിക് സ്ട്രക്ചറിനെ തകർക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഇന്ത്യയിൽ വേണ്ടത് ഇത്രത്തോളം സോഷ്യലിസം അല്ല ഇന്ത്യയിലേക്ക് വേണ്ടത് എന്നുള്ളതായിരുന്നു ഈ പറയപ്പെട്ട ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു വാദം എന്നുള്ളത്. സോ ബോംബെ മാനിഫെസ്റ്റോ എന്നുള്ളത് ഓർത്തിരിക്കുക. 21ഓളം വരുന്ന ബിസിനസ്മാന് നെഹ്റുവിൻ സോഷ്യലിസത്തിനെ എതിർത്തുകൊണ്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് ബോംബെ മാനിഫെസ്റ്റോ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഏതൊക്കെയുണ്ട്? സെറ്റിംഗ് അപ്പ് ഓഫ് ഹിന്ദു ബാലിക വിദ്യാലയ ഇൻ കൽക്കട്ട, സെറ്റിംഗ് അപ്പ് ഓഫ് ലാഹോർ യൂണിവേഴ്സിറ്റി കോളേജ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്, സെറ്റിംഗ് അപ്പ് ഓഫ് ഹണ്ടർ കമ്മീഷൻ, ഫൗണ്ടിങ് ഓഫ് ദ അലഹബാദ് യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ഐ വിൽ ഗിവ് 30 സെക്കൻഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കാം ഏതാണ് ആദ്യം വരിക എന്നുള്ളത്. പലതും കേട്ട് തന്നെ ആയിരിക്കാം. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കേട്ടിട്ടുണ്ട്, ഹണ്ടർ കമ്മീഷൻ കേട്ടിട്ടുണ്ട്, അലഹബാദ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ഹിന്ദു ബാലിക വിദ്യാലയ എന്നുള്ളത് തന്നെയാണ്. കൽക്കട്ടയിലെ ഹിന്ദു ബാലിക വിദ്യാലയ, അത് വന്നിട്ടുള്ളത് 1849 പിന്നെ വരുന്നത് ലാഹോർ യൂണിവേഴ്സിറ്റി കോളേജ് ആണ്, ബി ആണ് വരുന്നത്, AB. അത് വന്നിട്ടുള്ളത് 1864 ലാഹോർ യൂണിവേഴ്സിറ്റി കോളേജ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഹണ്ടർ കമ്മീഷൻ ആണ്. ഹണ്ടർ കമ്മീഷന്റെ വർഷം എന്നുള്ളത് 1882 ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അലഹബാദ് യൂണിവേഴ്സിറ്റി. 1887 അലഹബാദ് യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 സോ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളത് ABDEC എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. ഓക്കെ, സോ ABDEC ആണെന്നുള്ളത് ഓർക്കുക. വർഷം ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഹിന്ദു ബാലിക വിദ്യാലയ 1849, ലാഹോർ യൂണിവേഴ്സിറ്റി കോളേജ് 1864, ഹണ്ടർ കമ്മീഷൻ 1882, അലഹബാദ് യൂണിവേഴ്സിറ്റി 1887, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വന്നിട്ടുള്ളത് 1904. ഓക്കെ, 1902 കേഴ്സന്റെ കാലഘട്ടത്തിൽ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അലേ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് 1904 വന്ന ആക്ടാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. ABDEC ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ABDEC ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ. വർഷം അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി മഹാത്മാ ഗാന്ധി ഡിസ്ക്രൈബ്ഡ്
The magic spell of his book on him. I rose with the dawn, ready to reduce these principles into practice. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമെന്ന്, വാക്കിംഗ് ദ ടോക്ക് ഒക്കെ പറയുന്നില്ലേ, പറയുന്നതൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത്. സോ ആ ഒരു അർത്ഥമാണ് ആ ഒരു ഡയലോഗിന്റെ അർത്ഥം എന്നുള്ളത്. ഇത് മഹാത്മാഗാന്ധിക്ക് ഏത് ബുക്കിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ലിയോ ടോൾസ്റ്റോയ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ടോൾസ്റ്റോയുടെ വർക്കായിട്ടുള്ള ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നുള്ളതാണ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ ഈസ് ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്നുള്ളത്. ഓപ്ഷൻ സി ഈസ് ഹൊവാർഡ് വില്യത്തിന്റെ ദ എത്തിക്സ് ഓഫ് ഡയറ്റ് എന്ന വർക്ക്. ലാസ്റ്റ് വൺ ഈസ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഈസ് ഹെൻറി സംനേഴ്സിന്റെ വില്ലേജ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നുള്ള വർക്ക്. സോ ഈ പറയപ്പെട്ട 4 വർക്കുകളിൽ നിന്ന് ഏത് വർക്കിൽ നിന്നാണ് മഹാത്മാഗാന്ധിയുടെ ആ ഒരു മാജിക് സ്മെൽ, ഐ റോസ് വിത്ത് ദ ഡൗൺ, റെഡി ടു റെഡ്യൂസ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസ് എന്നുള്ള ആ ഒരു കോട്ട് വരുന്നത്? ഓക്കെ, ഐ വിൽ ഗിവ് യു 30 സെക്കൻഡ്സ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്നുള്ള വർക്കിൽ നിന്നാണ് ഗാന്ധിക്ക് ഈ ഒരു ഐ റോസ് വിത്ത് ദ ഡൗൺ, റെഡി ടു റെഡ്യൂസ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസ് എന്നുള്ള ഒരു കോട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു among the following founded the ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി ഇൻ ലണ്ടൻ? ലണ്ടനിൽ ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഹൗസ് കേട്ടോ, രണ്ടും ഒരു സെയിം ടൈറ്റിലാണ് ഉള്ളത്. ഇന്ത്യൻ ഹൗസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ലണ്ടനിൽ ആരാണ് ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബികാജി ഗാമ, മാഡം ബികാജി ഗാമ. ഓപ്ഷൻ ബി, SS റാന. ഓപ്ഷൻ സി, ശ്യാംജി കൃഷ്ണവർമ്മ. ഓപ്ഷൻ ഡി, VD സവർക്കർ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അബ്രോഡ് ബേസ് ആയിട്ട് വരുന്ന റെവല്യൂഷണറി ആക്ടിവിറ്റീസിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ജേണലൊക്കെ ഉണ്ട്, ദ സോഷ്യോളജിസ്റ്റ് എന്നൊരു ജേണലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആരാണ് ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി 1905 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ആരാണ്? കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്, ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഹൗസ് ലണ്ടനിൽ 1905 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ശ്യാംജി കൃഷ്ണവർമ്മയായിരുന്നു അന്ന് ലണ്ടനിലേക്ക് എത്തുന്ന, പഠിക്കാനൊക്കെ എത്തുന്ന ആൾക്കാർക്കുള്ള ആ ഒരു അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഫെലോഷിപ്പിൽ ലണ്ടനിലെത്തിയ ആളായിരുന്നു ആരെ? VD സവർക്കർ എന്നുള്ളത്. ഓക്കെ, പിന്നീട് VD സവർക്കറും 1906 ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നുള്ള ഒരു അസോസിയേഷൻ ലണ്ടനിൽ ഫൗണ്ട് ചെയ്യുന്നത്. സോ VD സവർക്കറിന് ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഫെലോഷിപ്പ് നേടിക്കൊടുത്താൻ അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് ലീഡർ ആയിരുന്നു ആര്? തിലക് എന്നുള്ളത്. അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സോ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ശ്യാംജി കൃഷ്ണവർമ്മ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു മിനിറ്റ്. ഓക്കെ, ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന റെവല്യൂഷണറി ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ 1905 ഇന്ത്യ ഹൗസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ലണ്ടനിലാണ്. അവരുടെ ജേണലാണ് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണൽ. ഓക്കെ, അതിൽ സവർക്കറും VD സവർക്കറും ലാല ഹർദയാലും ഇവർ രണ്ടുപേരും ഈ റെവല്യൂഷണറി ആക്ടിവിറ്റി, ഈ ഒരു ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത്. ഇനി 1909 മദൻ ധിംഗ്ര അസാസിനേറ്റഡ് കേഴ്സൺ വെയിൽ എന്നുള്ളത്. പിന്നെ മാഡം ബികാജി ഗാമ പാരീസിൽ തുടങ്ങിയ ഒരു ജേണലായിരുന്നു ഭാരത് മാത എന്നുള്ളത്. ഓക്കെ, മാഡം ബികാജി ഗാമ ബ്രോട്ട് ജേണൽ ഭാരത് മാത ഇൻ പാരീസ്. 1950 ബെർലിൻ കമ്മിറ്റി ഫോർ ഇൻഡിപെൻഡൻസ് വരുന്നത്. വീരേന്ദ്രനാഥ് സത്തോബ്ദയാണ് ഈ ഒരു ബെർലിൻ കമ്മിറ്റി ഫോർ ഇൻഡിപെൻഡൻസിന്റെ ഫൗണ്ടർ എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ കാബൂൾ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ. അതിന്റെ ആൾക്കാരായിരുന്നു രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ്, ബറക്കത്തുള്ള, ഒബൈദുള്ള സിന്ധി. ഇവരൊക്കെ കാബൂളിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് കാബൂൾ ക്രൗൺ പ്രിൻസായ അമാനുള്ളയുടെ സഹായത്തോടെ നടത്തുന്നുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് റെവല്യൂഷണറി ആക്ടിവിറ്റി ഇന്ത്യയിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ആണിത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നായിരുന്നു ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടൻ ബേസ് ചെയ്ത് തുടങ്ങിയ ഇന്ത്യ ഹൗസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നുള്ളത് 1905 അവരുടെ ജേണലാണ് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Something is so wrong with. Next question. Which of the following nationalist leaders gave the following statement in the court trial of 1921 on charges of sedition?
അപ്പൊ സെഡീഷനായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന ആ ഒരു ഡയലോഗ് 1921 ആര് പറഞ്ഞതാണ് എന്നുള്ള ചോദ്യമാണ്. അവരുടെ കോർട്ട് ട്രയലിന്റെ സമയത്ത് ആരോ ഒരാൾ പറഞ്ഞതാണ്. ഇന്ത്യ ബിലോങ്സ് ടു ഇന്ത്യൻസ്. വി ദെർഫോർ ഡിമാൻഡ് ഇൻഡിപെൻഡൻസ്. That the British have been carrying on their despotic rule in our beloved country is obvious to everyone. What law is there that gives one country the right to rule over another? We demand nothing short of complete independence. Till we achieve it, we cannot at peace. സോ ഈ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗാണല്ലേ. ഇന്ത്യക്കാർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സെഡീഷൻ ചാർജ് ചെയ്ത് കോർട്രൽ നടത്തിയാൽ പോലും എന്ത് ചെയ്യും, നമ്മളിത് നിർത്തില്ല അണ്ടിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ. കാരണം യാതൊരു കൺട്രിക്കും വേറൊരു കൺട്രിയുടെ മേൽ ഭരിക്കാനുള്ള അധികാരമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. സോ ഈ ഒരു ഡയലോഗ് ആര് നടത്തിയ ഡയലോഗാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ലാല ലജ്പത് റായ്, ഓപ്ഷൻ സി നമ്മുടെ KB ഹെഗ്ഡ്വാർ, കേശവ് ബലിരാം ഹെഗ്ഡ്വാർ, ഓപ്ഷൻ ഡി ചിത്തരഞ്ജൻ ദാസ്, CR ദാസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഗാന്ധിയാണോ, ലാല ലജ്പത് റായ് ആണോ, KB ഹെഗ്ഡ്വാർ ആണോ, ചിത്തരഞ്ജൻ ദാസ് ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. ഹെഗ്ഡ്വാർ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What was the name of the operation carried out by Indian forces in September 1948 to restore peace and tranquility in Hyderabad? അപ്പോൾ ഇത് നമ്മളിതിന് മുന്നേയുള്ള ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 9 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഹൈദരാബാദിൽ ആ ഒരു ഹൈദരാബാദിന്റെ നിസാം അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ത്യയുടെ ഭാഗമാകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻഡിപെൻഡൻസ് സമയത്ത്. പിന്നെ അവിടെ ഒരു പോലീസ് ആക്ഷൻ, ഒരു മിലിറ്ററി ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ടാണ് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. ആ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ ബി ഓപ്പറേഷൻ കാക്ടസ് ലിലി, ഓപ്ഷൻ സി ഓപ്പറേഷൻ പോളോ, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ വിജയ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്പറേഷൻ പോളോ എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്പറേഷൻ പോളോ എന്നുള്ള ഒരു മിലിറ്ററി ആക്ടിവിറ്റി ആയിരുന്നു ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഇന്ത്യൻ ലീഡേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് September 1948. സോ നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പറയുമ്പോൾ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ 2 പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് എന്നുള്ളത് ബ്രിട്ടീഷ് പ്രോവിൻസസ് ആണ്, ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്നുള്ളത് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സും ആണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സമയത്ത് 2 പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ഉണ്ട്, ബ്രിട്ടീഷ് പ്രോവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരുന്നു ബേസ്ഡ് ഓൺ ദ മൗണ്ട് ബാറ്റൻ പ്ലാൻ. മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നത്. അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് പ്രോവിൻസസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അത് ഇന്ത്യയുടെ ഭാഗമാവും, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ വരുന്നത്. സോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് 3 ഓപ്ഷൻ കൊടുത്തു. ഒന്നല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ഭാഗമാവാം. ഫസ്റ്റ് വൺ ഈസ് ദേ ക്യാൻ ജോയിൻ ഇന്ത്യ എന്നുള്ളത്. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് അവർക്ക് എന്ത് ചെയ്യാം, പാകിസ്ഥാന്റെ ഭാഗമാവാം. ദേ ക്യാൻ ജോയിൻ പാകിസ്ഥാൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് അവർക്ക് എന്ത് ചെയ്യണ്ട, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗമാവേണ്ട, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ അന്നത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കാം എന്നൊരു ഓപ്ഷൻ ആയിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 3 ഓപ്ഷൻസ് കൊടുത്തു. ഇന്ത്യ ജോയിൻ ചെയ്യാം, പാകിസ്ഥാൻ ജോയിൻ ചെയ്യാം, രണ്ടിലും ജോയിൻ ചെയ്യാതെ ഇൻഡിപെൻഡന്റ് റിമെയിൻ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 552 നാട്ടുരാജ്യങ്ങളുണ്ട്, 552 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചല്ലോ. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ വരുന്ന 549 പ്രിൻസ്ലി സ്റ്റേറ്റ്സും എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. 3 ആൾക്കാർ ഇന്ത്യയിൽ ജോയിൻ ചെയ്തിട്ടില്ല, 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അന്ന് ഇന്ത്യയിൽ ജോയിൻ ചെയ്തിട്ടില്ല. ആ 3 ആൾക്കാർ ആർക്കാണ് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, ഇവർ 3 പേരും എന്ത് ചെയ്തു, ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു. പിൽക്കാലത്ത് എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് ഹൈദരാബാദിനെയും ജുനഗഡിനെയും കാശ്മീരിനൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഹൈദരാബാദിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു മിലിറ്ററി ആക്ഷൻ ഓപ്പറേഷൻ പോളോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നു. ജുനഗഡിൽ അവിടെ ഒരു പ്ലെബിസൈറ്റ്, ഒരു ജനഹിത പരിശോധന കണ്ടക്ട് ചെയ്തു. അതിലെ ജനങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് ഇന്ത്യയുടെ ഭാഗമാകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി. കാശ്മീരിൽ ഒരു അസഷൻ സൈൻ ചെയ്തിട്ടാണ്. ആ ഒരു സമയത്ത് പാകിസ്ഥാന്റെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കാശ്മീരിലെ മഹാരാജാവ് പേടിച്ച് ഇന്ത്യയുടെ സഹായം ചോദിച്ചു. അങ്ങനെ യുദ്ധത്തിന് സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവാം എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലാണ് കാശ്മീരും ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ,
ഈ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ പോളോ എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഹൈദരാബാദിനെ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമാക്കിയത് എന്ന് പറയും. ഓഗസ്റ്റ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഹൈദരാബാദിന്റെ നിസാം എന്നുള്ളത് മിർ ഒസ്മാൻ അലി ഖാനാണ്. അപ്പൊ ഈ മിർ ഒസ്മാൻ അലി ഖാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്ത് വേണ്ട, ഇന്ത്യയുടെ ഭാഗമാവേണ്ട, അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് റിമൈൻ ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. പിൽക്കാലത്ത് എന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഒന്നെന്നുള്ളത് ഈ ഒരു ഹൈദരാബാദ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ വരുന്ന ടെറിറ്ററിയാണ്, ഒരു സൈഡിലല്ല, മെയിൻ ലാൻഡിൽ തന്നെ വരുന്ന ടെറിറ്ററിയാണ്. സോ ആ ഒരു മെയിൻ ലാൻഡിൽ വരുന്ന ഒരു ഭാഗം ഇന്ത്യയുടെ ഭാഗമാവാതെ നിലനിൽക്കുന്നതിൽ അതിൽ പിന്നെ ലോങ് ടേമിൽ ഉണ്ടാവുന്ന ഒരുപാട് പൊളിറ്റിക്കൽ എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് അത് അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ വഴിയില്ല, കാരണം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴി അവർക്ക് കൊടുത്ത ഓപ്ഷൻ ആയിരുന്നു അവർക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് റിമെയിൻ ചെയ്യാമെന്നുള്ളത്. പക്ഷെ പ്രശ്നം പിന്നീടാണ് ഉണ്ടായിട്ടുള്ളത്. 1948 തുടക്ക കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് ഹൈദരാബാദിൽ നിരന്തരമായിട്ട് ഈ കമ്മ്യൂണൽ ടെൻഷൻസ് നടക്കാൻ തുടങ്ങി. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹൈദരാബാദിലെ നിസാമായിട്ടുള്ള മിർ ഒസ്മാൻ അലി ഖാൻ, ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് മിലിറ്ററി ഉണ്ട്, ദ റസാക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ റസാക്കേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ വെറുതെ യാതൊരു കാരണമില്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ്ലി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് റസാക്കേഴ്സ് മാറി. അപ്പൊ എന്ത് ചെയ്തു, ഈ ഒരു അവസരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടു. സെപ്റ്റംബർ 30, 1948 ഇന്ത്യ ലോഞ്ചസ് ഓപ്പറേഷൻ പോളോ എന്നുള്ളൊരു ഓപ്പറേഷൻ ഇന്ത്യ ലോഞ്ച് ചെയ്തു. ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആണ് ടു അനക്സ് ഹൈദരാബാദ് ഇൻ ടു ഇന്ത്യ. അങ്ങനെ സെപ്റ്റംബർ 17, 1948 ആയത്തേന് മിർ ഉസ്മാൻ അലി ഖാൻ സറണ്ടർ ചെയ്യുകയും ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. ഇങ്ങനെയാണ് ഹൈദരാബാദിന്റെ അവർ ഇന്ത്യയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറികൾ. ഓക്കെ, സോ ഓപ്പറേഷൻ പോളോ എന്നുള്ളത് ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെയും എന്താണ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, ബുക്ക് ആൻഡ് ഓതേഴ്സിനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ലിസ്റ്റ് 1 സഖാരാം ഖണീഷ് ദേസ്കർ ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്, ഓറോബിന്ദോ ഘോഷ് ഉണ്ട്, സരള ദേവി ഉണ്ട്. ലിസ്റ്റ് 2 സ്വദേശി ബന്ദർ, ന്യൂ ലാംസ് ഫോർ ഓൾഡ്, ലക്ഷ്മിർ ഭന്ദാർ, ദേശർ കഥ. സോ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തോളൂ. സഖാറാം ഗണേഷ് ദേസ്കറിന്റെ വർക്കാണ് എന്ത്, ദേശർ കഥ എന്നുള്ളത്. നമ്മൾ ആ ഒരു സ്വദേശി മൂവ്മെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പം ഈ ഒരു ദേശർ കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് 9 PYQ ഡിസ്കഷൻ. ഓക്കെ, സോ സഖാറാം ഗണേഷ് ദേസ്കർ ആണ് ദേശർ കഥയുടെ ഓദർ എന്നുള്ളത്. സോ എ വിൽ ബി 4. ആൻഡ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ വർക്കാണ് സ്വദേശി ബന്ദർ എന്നുള്ളത്. സോ B1. പിന്നെ ഓറോബിന്ദോ ഘോഷിന്റെ വർക്കാണ് ന്യൂ ലാംസ് ഫോർ ഓൾഡ്. ഓറോബിന്ദോ ഘോഷിന്റെ വർക്കാണ് ന്യൂ ലാംസ് ഫോർ ഓൾഡ്. സോ C2. പിന്നെ സരളാദേവിയുടെ വർക്കാണ് ലക്ഷ്മിർ ഭന്ദർ എന്നുള്ളത്. സോ A4 B2 A4 B1 C2 D3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. A4 B1 C2 D3 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻസ് A4 B1 C2 D3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. One minute. Next question. Which of the following acts incorporated the demands and the aspirations of the free traders, the Benthamic reformers and evangelics? So, ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് സീരീസ് ഓഫ് ആക്ട്സ് ഉണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്ത്. സ്റ്റാർട്ടിംഗ് ഫ്രം റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വരെ ഒരു സീരീസ് ഓഫ് ആക്ട് വന്നിട്ടുണ്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട്, പിന്നെ കോൺവാലിസിന് വേണ്ടി വേറൊരു ആക്ട്, ചാർട്ടർ ആക്ട് 1793, 1813, 1833, 1853. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലൈക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ല, അവർ 1858 ഇതായിട്ട് ബന്ധപ്പെട്ട് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1869, പിന്നെ മിന്റോമോളി റിഫോംസ് 1909, മൊണ്ടാഗോ സെൻസ്ഫോർഡ് 1919, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ആ രീതിയിൽ ഒരുപാട് ആക്ടുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഈ ഒരു ആക്ടുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്. ഓരോ ആക്ടിലും വന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ചോദ്യം എന്നുള്ളത് താഴെപ്പറഞ്ഞിട്ടുള്ള ഏത് ആക്ട് വഴിയാണ് ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലല്ല
അവർ യൂറോപ്യൻ ഫ്രീ ട്രേഡേഴ്സിന്റെയും ബെന്തമിറ്റ് റിഫോമേഴ്സിന്റെയും ഇവാഞ്ചലിക്സിന്റെ ഒക്കെ അവരുടെയൊക്കെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്ത് അവരുടെ ഡിമാൻഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുത്ത ആക്ട് ഏതാണെന്നുള്ളത്. അപ്പോൾ ഒരു ഫ്രീ ട്രേഡേഴ്സിനെ സംബന്ധിച്ചായിരിക്കും അവരുടെ ഡിമാൻഡ് എന്തായിരിക്കണം, അവരുടെ ഒരു മാർക്കറ്റ് എന്നുള്ളത് എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കണം അല്ലെ. ഒരു പ്രത്യേക കമ്പനിക്ക് മാത്രം എന്തുണ്ടാവരുത്, മോണോപോളി ഉണ്ടാവരുത് എന്നുള്ളതായിരിക്കണം ഈ ഒരു ഫ്രീ ട്രേഡേഴ്സിന്റെ ഒക്കെ ഒരു ആസ്പിറേഷൻ എന്നുള്ളത്. സോ ആ രീതിയിൽ വന്ന ആക്ട് ഏതായിരുന്നു? അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണോ, ചാർട്ടർ ആക്ട് 1813 ആണോ, ചാർട്ടർ ആക്ട് 1853 ആണോ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 ആണോ? ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചാർട്ടർ ആക്ട് ഓഫ് 1813 ചോദിക്കുകയാണെങ്കിൽ ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 വഴിയാണ് അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് മോണോപോളി ഗവൺമെന്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്. സോ ട്രേഡ് മോണോപോളി അവസാനിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടാതെ ബാക്കിയുള്ള പ്രൈവറ്റ് ട്രേഡേഴ്സിനും ഫ്രീ ട്രേഡേഴ്സിനൊക്കെ ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്യാം എന്നൊരു ഒരു പ്രൊവിഷനാണ് അത്. അപ്പൊ എന്ത് ചെയ്യും, കോഴ്സ് ഈ ഫ്രീ ട്രേഡേഴ്സിനും ബന്ധമിത്ര റിഫോമിസ്റ്റുകൾക്ക് അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഡിമാൻഡിന് അത് ഫുൾഫിൽ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 റെലവൻസ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ആക്ട് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്നുള്ളത്. എല്ലാ ആക്ടുകളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് അതിന്റെ പ്രൊവിഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ചാർട്ടർ ആക്ട് ഓഫ് 1813 പറ്റി പറയാം. ഒന്ന്, ചാർട്ടർ ആക്ട് ഓഫ് 1813 കൈത് കമ്പനി ലീസ് ഓഫ് ലൈവ് ഓവർ ഇറ്റ്സ് പൊസഷൻ ഇൻ ഇന്ത്യ ഫോർ അനദർ 20 years. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ ട്രേഡ് മോണോപോളി ഇതോടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ട്രീ ട്രേഡിലും ചായ കച്ചവടത്തിലും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ട്രേഡിലും ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കമ്പനിയുടെ ആ ഒരു മോണോപോളി ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്നുള്ളത്. ഓക്കെ, പിന്നെ എ നമ്പർ ഓഫ് ഐഡിയോളജിക്കൽ ഗ്രൂപ്പിംഗ് സച്ച് ആസ് ബന്ധമൈറ്റ് റിഫോമിസ്റ്റസ്, ഇവാഞ്ചലിക്കൽ ആൻഡ് ട്രഡീഷണലിസ്റ്റസ് എയിമിംഗ് ടു സേഫ്ഗാർഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് യൂറോപ്പ് ട്രൈ ടു ഇൻഫ്ലുവൻസ് ബ്രിട്ടീഷ് പൊളിറ്റിക്സ് ആൻഡ് പോളിസീസ് ടുവേർഡ്സ് ബ്രിട്ടീഷ് ഇന്ത്യ. അങ്ങനെയാണ് ഇത് ഇവരുടെയൊക്കെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചാർട്ടർ ആക്ട് ഓഫ് 1813 ഈ പറയപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ പോളിസിയിലെ ഭാഗമായിട്ട് ഈ കമ്പനിയുടെ മോണോപോളി അവസാനിപ്പിച്ചിട്ടുള്ളത്. കമ്പനിയുടെ ഇന്ത്യയിലെ ടെറിട്ടറിക്ക് 20 വർഷം കൂടി കൊടുത്തു, പക്ഷെ മോണോപോളി എന്ത് ചെയ്തു, അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. Okay, the East India Company's monopoly over trade ended in India, except the trade in China and the trade in tea. അതാണ് ഇവരുടെയൊക്കെ ഡിമാൻഡും ഇവരുടെയൊക്കെ ആസ്പിറേഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത ചാർട്ടർ ആക്ട് ഓഫ് 1813 ഒരു പ്രൊവിഷൻ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇന്ത്യൻ ട്രേഡ് എന്തായി മാറി, എല്ലാ ബ്രിട്ടീഷ് മെർച്ചൻസിനും ഓപ്പൺ ആയി, എല്ലാവർക്കും വന്ന് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാം എന്നുള്ള രീതിയിലായി. ഇത് കൂടാതെ ചാർട്ടർ ആക്ട് ഓഫ് 1813 വഴി ഉണ്ടായ മറ്റൊരു മാറ്റമാണ് 1 lakh rupees ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ടൻ, ഇന്ത്യയിലെ നാറ്റീവ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി 1 lakh rupees മാറ്റിവെക്കും എന്നൊരു പ്രൊവിഷനും ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നു. ചാർട്ടർ ആക്ട് ഓഫ് 1813 ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊവിഷൻ എന്തായി മാറി, അതൊരു പ്രൊവിഷൻ ആയിട്ട് മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അതിൽ കാര്യമായിട്ടുള്ള ഒരു വർക്കൊന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ലൈക്ക് എന്താണ് ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ അതിനെ ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 മറ്റൊരു റെലവൻസ്. പിന്നെ ചാർട്ടർ ആക്ട് ഓഫ് 1813 മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ആണ്, ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവിനെ പെർമിറ്റ് ചെയ്ത്. അതിന് മുന്നേ ഒരു ബാൻ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവിനെ. ആ ഒരു ബാൻ ഒഴിവാക്കിയിട്ട് ക്രിസ്ത്യൻ മിഷണറീസിന് ഇന്ത്യയിൽ വന്നിട്ട് എഡ്യൂക്കേഷനും റിലീജിയനും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നൊരു പ്രൊവിഷൻ കൂടി ചാർട്ടർ ആക്ട് ഓഫ് 1813 കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, കമ്പനിക്ക് അവിടെ ടെറിറ്റോറിയൽ പൊസിഷൻ ഒരു 20 വർഷം കൂടി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 20 വർഷം കൂടി അവരുടെ ടെറിറ്റോറിയൽ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാം. പക്ഷെ അവർക്ക് എന്തില്ല, അവർക്ക് ട്രേഡ് മോണോപോളി അവസാനിപ്പിച്ചു കൊടുത്തു. ഇത്രയാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ്. എന്തൊക്കെയാണ്? ഒന്ന്, കമ്പനിയുടെ ട്രേഡ് മോണോപോളി അവസാനിപ്പിച്ചു, എക്സെപ്റ്റ് ട്രീ ട്രേഡും ചൈന ട്രേഡും. അപ്പൊ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഇനി ഫ്രീ ട്രേഡേഴ്സ്, ഇന്ത്യൻ മാർക്കറ്റ് എല്ലാവർക്കും ഓപ്പൺ ആയി. നെക്സ്റ്റ് വൺ ഈസ് 1 lakh rupees എഡ്യൂക്കേഷന്റെ പ്രൊമോഷന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 മറ്റൊരു പ്രൊവിഷൻ എന്നുള്ളത്. സോ എന്ത് ചെയ്തു, പക്ഷെ അത് ആ ഒരു പ്രൊവിഷൻ മാത്രമായിട്ട് നിലനിന്നു, അതിൽ കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവിനെ ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ മിഷണറീസിന് ഇന്ത്യയിൽ വരാം എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊവിഷൻ. പിന്നെ കമ്പനിക്ക് അവിടെ ടെറിറ്റോറിയൽ പൊസിഷൻ എന്ത് ചെയ്തു, 20 വർഷം കൂടി നീട്ടിക്കൊടുത്തു. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രൊവിഷൻ എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ തന്നിട്ടുള്ള ബാക്കിയുള്ള ആക്ട്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം.
നെക്സ്റ്റ് വൺ ഈസ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എന്നുള്ളതാണ്. അപ്പൊ ഇതില് എന്തൊക്കെയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രൊവിഷൻസ്? ഒന്ന്, ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എന്താണ്, ഗവർണർ ജനറലും 3 മെമ്പേഴ്സും ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു. പിന്നെ 1 മെമ്പർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദ ഗവർണർ ജനറൽ ഹിസ് പൊസിഷൻ വാസ് സ്ട്രെങ്തൻഡ്. പിന്നെ പ്രസിഡൻസീസ് ഓഫ് മദ്രാസും പ്രസിഡൻസീസ് ഓഫ് ബോംബെയും, ഇത് ശരിക്കും പറഞ്ഞൊരു ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ആ ഒരു സാധനത്തെ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് സെൻട്രലൈസേഷൻ പോളിസി കൊണ്ടുവരികയായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ ഇവരുടെ ഒരു അജണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മദ്രാസ് പ്രസിഡൻസിയും ബോംബെ പ്രസിഡൻസിയും ആരുടെ കീഴിലായിരിക്കണം? ബംഗാളിലെ ഗവർണറുടെ കീഴിലായിരിക്കണം എന്നൊരു പ്രൊവിഷനും പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. ശരിക്കും പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒരു ഡ്യുവൽ റൂൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയാറുള്ളത്. നിങ്ങൾ ഈ പറയപ്പെട്ട കടുകട്ടി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നോക്കണ്ട, ഇത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിൽ എന്തുകൊണ്ടുവന്നു? ഒരു ഡ്യുവൽ ആക്ട് കൊണ്ടുവന്നു. എന്താണ് ഈ ഡ്യുവൽ റൂൾ എന്നുള്ളത്? കമ്പനിയുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോളും പിന്നെ ബോർഡ് ഓഫ് കൺട്രോൾ എന്നൊരു ബോഡി വന്നു. അതാണ് ഒന്നാമത്തെ ഒരു മാറ്റം എന്നുള്ളത്. പിന്നെ ഈ ഒരു ആക്ട് വഴി മദ്രാസ് പ്രസിഡൻസിയും ബോംബെ, ഇതൊരു ആക്ട് അല്ല, ഇതിന് മുന്നേ ഉള്ള ആക്ടിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവർ ഇതുപോലെ ബംഗാളിന്റെ കീഴിലായിട്ട് മദ്രാസിനെയും ബോംബെയും വെച്ചുകൊണ്ട് ആ ഒരു ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ഒരു ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്ത് സെൻട്രലൈസേഷൻ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കമ്പനിയുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി കമ്പനിയുടെ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഒരു ഡ്യുവൽ റോൾ, ഡബിൾ ഗവൺമെന്റ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ ബോർഡ് ഓഫ് കൺട്രോൾ അഥവാ പൊളിറ്റിക്കൽ മാറ്റേഴ്സിൽ കാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ള ബോഡി, ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യാം? കമ്പനിയുടെ എല്ലാ സിവിൽ ആൻഡ് മിലിറ്ററി ഗവൺമെന്റ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് പൊസിഷൻസിന്റെ റവന്യൂവും മിലിറ്ററി ഗവൺമെന്റും സിവിൽ ഗവൺമെന്റും ഒക്കെ സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയപ്പെട്ട ബോർഡ് ഓഫ് കൺട്രോളിനുണ്ട്. ഇത്രയുമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784ന്റെ പ്രൊവിഷൻസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 വഴിയാണ് ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ, ബോംബെ പ്രസിഡൻസിയും മദ്രാസ് പ്രസിഡൻസിയെയും ബംഗാൾ പ്രസിഡൻസിന്റെ കീഴിൽ വെക്കുന്ന ആ ഒരു സെൻട്രലൈസേഷൻ ആക്ടിവിറ്റി ആയിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടേയിരുന്നതെന്ന്. അതിന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പായിരുന്നു 1833ലെ ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്നുള്ളത്. ഓക്കെ, ഇതിനുശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഡീസെൻട്രലൈസേഷൻ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഫൈനൽ സ്റ്റെപ്പാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്നുള്ളത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കേം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ബംഗാളിലെ ഗവർണർ ജനറലിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു ടൈറ്റിൽ കൊടുത്തു. അപ്പൊ ഇന്ത്യയിൽ മുഴുവൻ എന്തുണ്ട്? അയാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ വന്ന ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ലോർഡ് വില്യം ബെന്തിക് എന്നുള്ളത്. ഓക്കെ, സോ എന്തുണ്ട്? ഈ ഗവർണർ ജനറലിന് എല്ലാ സിവിൽ മിലിറ്ററി ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റൈറ്റ്സ് മാർക്കുണ്ട് ഈ ഗവർണർ ജനറൽക്ക് ഉണ്ട്. കംപ്ലീറ്റ്ലി ബാക്കി മദ്രാസ് ഗവർണറുടെയും ബോംബെ ഗവർണറുടെയും, മദ്രാസ് പ്രസിഡൻസിലെയും ബോംബെ പ്രസിഡൻസിലെയും ഗവർണറുടെ എല്ലാ ലെജിസ്ലേറ്റീവ് പവേഴ്സും ഡിപ്രൈവ് ചെയ്തു. ഇപ്പൊ എല്ലാ പവറിനും ഒറ്റൊരു കേന്ദ്രം മാത്രമേ ഉള്ളൂ, അത് ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ബംഗാൾ പ്രസിഡൻസിലെ ഗവർണർക്കാണ്. ഓക്കെ, ഇവർ രണ്ടുപേരുടെയും എല്ലാ തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സും ഡിപ്രൈവ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്നുള്ളത്. ഓക്കെ, ഇനി ഈ പറയപ്പെട്ട ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 മുതൽ ഈ പറയപ്പെട്ട ഇതിൽ വന്ന പ്രൊവിഷൻസുമായിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ആക്ഷൻസിനെ അതിനെ ആക്ട്സ് എന്ന് വിളിക്കുകയും ഇതിന് മുന്നേ ഉള്ള ആക്ട് വഴി നടന്ന കാര്യങ്ങളെ റെഗുലേഷൻസ് എന്ന് വിളിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ചാർട്ടർ ആക്ട് ഓഫ് 1830 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പിടി വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും പിടി വീണു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒരു കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ട് എന്ത് ചെയ്തു? അവിടെ അവസാനിച്ചു. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തില്ല? കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ട് നിലനിൽക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ പുതിയൊരു ലോ മെമ്പറിനെ ഗവർണർ ജനറലിന്റെ കൗൺസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വന്ന ലോ മെമ്പറാണ് ലോർഡ് മക്വലെ എന്നുള്ളത്. ഓക്കെ, ഇനി സിവിൽ സർവീസ് എക്സാമിനേഷന്റെ കേസിൽ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ഇന്ത്യന്റെ ഇമിഗ്രേഷൻ, യൂറോപ്യൻസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിനുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി. പിന്നെ ഇന്ത്യൻ ലോ കോഡിഫൈഡ് ചെയ്തു, കൺസോളിഡേറ്റ് ചെയ്തു.
പിന്നെ എന്ത് ചെയ്തത്, നോ ഇന്ത്യൻ ആൻഡിനൈഡ് എംപ്ലോയ്മെന്റ് അണ്ടർ കമ്പനി ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ കളർ. അപ്പൊ റിലീജിയൻ കളർ ഇതിന്റെ ഒന്ന് ബേസിൽ എന്ത് ചെയ്യരുത്, ഒരു ഇന്ത്യക്കാരനും അവരുടെ തൊഴിലവസരം നഷ്ടപ്പെടരുത് എന്നുള്ളൊരു പ്രൊവിഷനും കൂടി ചാർട്ടർ ആക്ട് ഓഫ് 1833 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചാർട്ടർ ആക്ട് ഓഫ് 1833 അബോളിഷ്ഡ് സ്ലേവറി. ഇത് സ്ലേവറിയെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്നുള്ളതാണ്. ചാർട്ടർ ആക്ട് ഓഫ് 1853 ഇവിടെയാണ് കംപ്ലീറ്റ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും ഒരു ഗവർണർ ജനറലിന്റെ കൗൺസിലിന്റെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള ആ ഒരു കാര്യം നടക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്തു, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി പുതിയ 6 അംഗങ്ങളെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ആഡ് ചെയ്തു. ഗവർണർ ജനറലിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പുതിയ 6 അംഗങ്ങളെ ആഡ് ചെയ്തു എന്നുള്ളതും ഈ ഒരു ആക്ടിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട് ആണ് ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെന്റേഷൻ ഇൻ ദ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് റെപ്രസെന്റേഷൻ കൊടുത്തു. പിന്നെ സിവിൽ സർവീസിന് വേണ്ടി ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവന്നു. അങ്ങനെ ദ കോവനന്റ് സിവിൽ സർവീസ് ഇന്ത്യക്കാർക്കും കൂടി ഓപ്പൺ ആക്കി കൊടുത്തു. ഇതൊക്കെയാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853 ഫംഗ്ഷൻസ് എന്നുള്ളത്, പ്രൊവിഷൻസ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ 10ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു.